ജെ.സി. ജൂനിയറിന്റെ അതീന്ദ്രിയം. അധ്യായം 33. മുൻപത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും വിചിത്രവുമായ ഒരു ദൃശ്യവും അനുഭവമായിരുന്നു ആനന്ദിന്റെ മുമ്പിൽ. പണ്ട് ഉണങ്ങി വരണ്ടു കിടന്നിരുന്ന ഗ്രാമം ഇന്ന് സമൃദ്ധിയുടെ കേദാരഭൂവാണ്. പച്ചപ്പല്ലാതെ എങ്ങും ഒന്നും കാണാനില്ല. മഹാദേവന്റെ സ്കൂൾ പണ്ടേ അടച്ചുപൂട്ടി പോയിരുന്നു. അത് ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ട്. അതിന് മഹാദേവൻ വേണം. ഭൂമിയും കെട്ടിടവും സർക്കാരിന് വിൽക്കണം, അല്ലെങ്കിൽ വിട്ടുകൊടുക്കണം. പക്ഷേ മഹാദേവൻ എവിടെ? ആർക്കും അറിയില്ല. നാളിതുവരെ ആ കുടുംബം എവിടെ അപ്രത്യക്ഷമായി എന്നതിനെക്കുറിച്ച് നാട്ടുകാർക്ക് ഊഹമൊന്നുമില്ല. കോവിലകം വക നിലവും ഭൂമിയുമെല്ലാം തകർന്നു പോയിരിക്കുന്നു. വേണ്ടാത്ത പടുമുളകളല്ലാതെ അവിടെ മറ്റൊന്നുമില്ല. കോവിലകക്കെട്ടിനുള്ളിൽ രാത്രികാലങ്ങളിൽ ഒരു ദേവി വരാറുണ്ടെന്ന് നാട്ടുകാരിൽ ചിലർ പറഞ്ഞു. ഒരു യുവതി, അസാമാന്യമായ ചൈതന്യവും ഓജസ്സും ധൈര്യവും ഉള്ള സുന്ദരിയായ ഒരു സ്ത്രീ. ആരെയോ തേടിയെന്ന പോലെ ആ പരിസരത്തൊക്കെ അവർ നടക്കാറുണ്ടത്രേ. മഹാദേവൻ തന്റെ മാളികയ്ക്കുള്ളിലെ പൂജാമുറിയിൽ കുടിയിരുത്തിയിരുന്ന ദേവി ഇപ്പോൾ അനാഥമായി അലഞ്ഞു നടക്കുകയാണെന്ന് അതേക്കുറിച്ച് പഴമക്കാർ പറഞ്ഞു. ചൈതന്യവതിയായ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ടെന്നോണം വരണ്ടുണങ്ങിപ്പോയ ആ ഗ്രാമവും പച്ച പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ചുരുക്കത്തിൽ സ്കൂൾ പൂട്ടിപ്പോയതൊഴിച്ചാൽ മഹാദേവൻ പോയതിനു ശേഷം ഗ്രാമത്തിന് അഭിവൃദ്ധിയും ശുഭസൂചനകളുമേ ഉണ്ടായിട്ടുള്ളൂവെന്ന് പലരും ആണയിട്ട് പറഞ്ഞു. ആനന്ദും ഉദയകുമാറും കരുണാകരൻ നമ്പ്യാരും മാളികക്കെട്ടിൽ ചെന്നു. അത് മിക്കവാറും തകർന്നടിഞ്ഞു കിടക്കുകയാണ്. ആ ദാരുമന്ദിരം തകർക്കപ്പെട്ടിരിക്കുകയാണെന്നേ ആർക്കും തോന്നൂ. തടിച്ചുമരുകളും വലിയ തൂണുകളും കടപുഴക്കി മറിച്ചിട്ടിരിക്കുന്നു. വാതിലുകളും ജനാലകളും പറിച്ചെടുത്തു കളഞ്ഞിരിക്കുന്നു. മാളികയുടെ ചട്ടക്കൂട് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതാകട്ടെ ഏത് നിമിഷവും നിലംപൊത്താൻ തയ്യാറായി നിൽക്കുകയുമാണ്. ഒന്നുകിൽ രോഷാകുലരായ ജനങ്ങൾ ഇത് തകർത്തിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മഹാദേവനെ തേടി വന്ന അഞ്ജലിയായിരിക്കണം ഘട്ടം ഘട്ടമായി ഇത് ചെയ്തിരിക്കുക, ആനന്ദ് പറഞ്ഞു. പക്ഷേ ആളുകളോട് അന്വേഷിച്ചപ്പോൾ അവർക്കതേക്കുറിച്ച് ഒന്നും പറയാനില്ല. മാളികക്കെട്ടിലേക്ക് ഭയം കൊണ്ട് മാത്രം ആരും തിരിഞ്ഞു നോക്കിയിട്ട് കൂടിയില്ല. മാളികക്കെട്ടിന്റെ കോവിലകം വക നിലങ്ങളുടെയും കാലിസ്ഥത വഹിച്ചിരുന്ന വൃദ്ധനെ അവർ ചെന്ന് കണ്ടു. അയാൾ പറഞ്ഞു, ഞാനതെല്ലാം ഉപേക്ഷിച്ചു, അങ്ങോട്ട് കയറാറില്ല. ഒരിക്കലൊരു സ്ത്രീ വന്ന മഹാദേവൻ എവിടെയെന്ന് അന്വേഷിച്ചു. അവരെ മുമ്പ് കണ്ടിട്ടുള്ളതായി തോന്നി. തമ്പുരാനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവൾ പോയി. ഒരു സന്ധ്യയ്ക്കായിരുന്നു അത്. അവൾ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോയെന്നോ മനസ്സിലായില്ല. ആർക്കുമില്ല നിശ്ചയം. വന്നതോ പോയതോ ആരും കണ്ടിട്ടില്ല. ആനന്ദും കരുണാകരൻ നമ്പ്യാരും ഉദയകുമാറും ഗ്രാമം മുഴുവൻ നടന്ന് മഹാദേവനെക്കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും അയാൾ എങ്ങോട്ട് പോയെന്നോ എവിടെയുണ്ടെന്നോ ഒരു സൂചന പോലും കിട്ടിയില്ല. പണ്ട് തകർന്നടിഞ്ഞു പോയ ഗ്രാമപ്രാന്തത്തിലേക്ക് അവർ പോയി. തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. മുമ്പ് ആനന്ദ് വന്നപ്പോൾ തോട് ഒഴുകിച്ചേർന്നിരുന്ന ചെറുതടാകം തൂർന്നു പോയിരുന്നു. പതിറ്റാണ്ടുകളായി ജലം വന്നടിഞ്ഞ് അപ്രത്യക്ഷമായി കൊണ്ടിരുന്ന ആ ചെറുതടാകത്തിൽ നിന്നും ഇപ്പോൾ ജലം കവിഞ്ഞൊഴുകി തകർന്ന ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. പഴയ ഗ്രാമാതിർത്തിയിലെ ചെറുകുന്നിൻ മുകളിൽ നിന്ന് മൂവരും നോക്കി. ഇടിഞ്ഞു പൊളിഞ്ഞ കൽക്കെട്ടുകളും ചുവരുകളും മാത്രം ശേഷിച്ചിരുന്ന ആ വിജനതയ്ക്ക് ഇപ്പോൾ പച്ചപ്പ്. കിളികൾ ചിലച്ച് പറക്കുന്നു. കുറ്റിച്ചെടികളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ആ നിലങ്ങളിലൂടെ ചെറുജീവികളും ഇഴജന്തുക്കളും സഞ്ചരിക്കുന്നു. ദീർഘകാലം മരിച്ചു വിറങ്ങലിൽ കിടന്ന ഒരു ശവത്തിന് ജീവൻ വെച്ച് വരുന്നത് പോലെയുണ്ട് ഈ കാഴ്ച, ആനന്ദ് ഭയവിഹുലനായി പറഞ്ഞു. വരണ്ടുണങ്ങിപ്പോയ ആ വിജനഭൂമി ജീവൻ വെച്ചുണരുക തന്നെയായിരുന്നു. മടങ്ങുമ്പോൾ ആനന്ദ് പണ്ട് അഞ്ജലിയെ കാണാതായ സ്ഥലം ഉദയകുമാറിന് കാട്ടിക്കൊടുത്തു. ഇവിടെ ഈ കൈത്തോട്ടിൽ മുട്ടോളം വെള്ളത്തിലാണ് അവൾ അപ്രത്യക്ഷയായത്. 3 ദിവസത്തിന് ശേഷം കണ്ടുകിട്ടി. മൈലുകൾ അകലെ ഗ്രാമാതിർത്തിയിലെ ഒരു കുടിലിനുള്ളിൽ ബോധശൂന്യയായ നിലയിൽ. ഉദയകുമാറിന് അത് അവിശ്വസനീയമായി തോന്നി. വൈകുന്നേരം വരെ നടത്തിയ അന്വേഷണങ്ങൾക്ക് ശേഷം മഹാദേവനെക്കുറിച്ച് ഒരു തുമ്പും ലഭിക്കാതെ 3 പേരും ജീപ്പിൽ കയറി. മടക്കയാത്രക്കിടയിൽ ഉദയകുമാർ പറഞ്ഞു, മഹാദേവനെ കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. അതോർത്ത് വിഷമിക്കേണ്ട. എന്തായാലും അഞ്ജലിയെ ഭയന്നാണ് അയാൾ എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്തതും ഒളിച്ചു പാർക്കുന്നതും. അഞ്ജലിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നല്ലാതെ പോലീസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടാവില്ല. അതിനുള്ള മുൻകരുതലും ഉണ്ടാവില്ല. നഗരത്തിലെത്തിയ 3 പേരും 3 ഹോട്ടലുകളിലായി തങ്ങി. അഞ്ജലിക്ക് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത്. പിറ്റേന്ന് മുതൽ ഉദയകുമാർ വിപുലമായ രീതിയിൽ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് അന്വേഷണം ആരംഭിച്ചു. അച്ഛനെവിടെ? അഞ്ജലി ആലോചിച്ചു. 3 ദിവസമായി കാണാനില്ല. ആർക്കും അറിയില്ല. ആരോടും പറഞ്ഞിട്ടല്ല പോയിരിക്കുന്നത്. രാത്രിയിൽ അഞ്ജലിയുടെ ബുദ്ധി ജാഗരൂകയായി. പരിചയമുള്ള എല്ലാ ദിക്കിലേക്കും മനസ്സിലെ കറുത്ത കുതിരകൾ കടിഞ്ഞാൻ മുറുക്കി പാഞ്ഞു. ആനന്ദിന്റെ പത്രം ഓഫീസിലും താമസ സ്ഥലത്തും ആനന്ദമില്ല, അച്ഛനുമില്ല.
പത്രം ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ 3 ദിവസമായി ആനന്ദിനെ കാണാനില്ലെന്ന് മറുപടി. പോലീസ് ക്യാമ്പിൽ അന്വേഷിക്കാനുള്ള ആശയം പിന്നീടാണ് കിട്ടിയത്. അവിടെ നിന്നും സുപ്രധാനമായ ഒരു വിവരം കിട്ടി. DIG ഉദയകുമാറും ഒരു വലിയ സംഘം പോലീസും വമ്പിച്ച തെരച്ചിൽ യജ്ഞത്തിലാണ്. മഹാദേവൻ തമ്പുരാനെയാണ് അവർ അന്വേഷിക്കുന്നത്. അതുകൊള്ളാം. അഞ്ജലിക്ക് സന്തോഷമായി. കഴിഞ്ഞുപോയ 3 വർഷവും നിരന്തരം അയാളെ തേടുകയായിരുന്നു. എവിടെയാണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല. ഇതൊരു നല്ല ലക്ഷണമാണ്. 3 ദിവസം ദീർഘിച്ച വിശ്രമമില്ലാത്ത അന്വേഷണത്തിന് ശേഷം DIG ഉദയകുമാറിന് ഒരു സൂചന കിട്ടി. മഹാദേവൻ തമ്പുരാൻ നിലമ്പൂരിലേക്കാണ് കടന്നിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആ ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചു. പോലീസിന്റെ കൈവശം മഹാദേവന്റെ ഫോട്ടോകൾ മാത്രമാണ് ഒരു തിരിച്ചറിവിനുണ്ടായിരുന്നത്. ഒളിവിൽ കഴിയുന്ന അയാളെ പുറത്തു കൊണ്ടുവരാൻ വിഷമിക്കും. തീർച്ചയായും മഹാദേവൻ സ്വന്തം പേരും മാറ്റിയിരിക്കുമെന്ന കാര്യത്തിൽ ഉദയകുമാറിന് തീർച്ചയുണ്ടായിരുന്നു. അളകേശ്വരത്തു നിന്നും 27 നാഴിക വടക്ക് മാറി നീലൂർ എന്ന സ്ഥലത്ത് ഒരു ബ്രാഹ്മണനും 2 പെൺമക്കളും താമസിക്കുന്നതായി അറിവ് കിട്ടി. മാനവേദൻ എന്നാണ് തിരുമേനിയുടെ പേര്. അത് ആൾമാറാട്ട പേരായിരിക്കണം. ഉദയകുമാറും സംഘവും ഉടൻ അവിടേക്ക് തിരിച്ചു. ദുർഘടമായ മലമ്പാത, വലിയ തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് റോഡ് നീളുന്നത്. പുഴ കടന്നപ്പോൾ വനഭൂമി കാണായി. പ്രായേണ വിജനമായ സ്ഥലം, നിഴൽ വീണുരുണ്ട മലയിടുക്കുകൾ, അങ്ങിങ്ങ് കാവൽപ്പുരകൾ പോലെയുള്ള വാസസ്ഥലങ്ങൾ. ഒളിച്ചു പാർക്കാൻ പറ്റിയ സ്ഥലം തന്നെ, ഉദയകുമാർ ആത്മഗതമെന്നോണം പറഞ്ഞു. മഹാദേവൻ തമ്പുരാൻ അസ്വസ്ഥനായി മുറിയിലൂടെ ഉലാത്തിക്കൊണ്ടിരുന്നു. കാട്ടിൽ നിന്ന് അപശബ്ദങ്ങൾ കേൾക്കാനുണ്ട്. അന്തരീക്ഷം വീർപ്പടക്കിയതുപോലെ തോന്നിച്ചു. ചെറുകാറ്റുപോലുമില്ല. ഇലകൾ അനങ്ങുന്നില്ല. ഏതാനും ദിവസങ്ങളായി മഹാദേവൻ അസ്വസ്ഥനാണ്. സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒളിവിടത്തിൽ നിയമപാലകരാൽ വലയം ചെയ്യപ്പെട്ട കുറ്റവാളിയുടെ ഭീതിയും നിരാശതയും, തന്റെ ഗൂഢസങ്കേതം കണ്ടുപിടിക്കപ്പെടാൻ പോകുന്നു എന്ന ശങ്ക. എവിടെയോ കുഴപ്പമുണ്ട്. ഇവിടം രക്ഷാസങ്കേതമല്ല. സന്ധ്യയ്ക്ക് പാർവതി തമ്പുരാട്ടി നിലവിളക്ക് കൊളുത്തി പൂമുഖത്ത് വെച്ചു. കാറ്റില്ലാഞ്ഞിട്ടും 5 തിരികളും അണഞ്ഞുപോയി. മഹാദേവന്റെ നെഞ്ചിടിഞ്ഞു. ദുർലക്ഷണം. പാർവതി വീണ്ടും നിലവിളക്ക് കൊളുത്തി. കിടങ്ങിന്റെ പാലം കടന്ന് ഏതാനും പേർ അവിടേക്ക് വരുന്നത് കണ്ട് മഹാദേവന്റെ ഉള്ളു കാളി. ഈ സന്ധ്യാനേരത്ത് ആരാണ്? അവർ വിഡ്ഢിത്തമല്ലേ കാണിക്കുന്നത്? അവരെ തടയാൻ തനിക്ക് മുന്നറിയിപ്പ് തരാൻ എങ്ങനെ ആരുമില്ലാതെ പോയി? മഹാദേവൻ അന്തം വിട്ടു നിന്നു. കിടങ്ങ് കടക്കുമ്പോൾ ഉദയകുമാർ പറഞ്ഞു, പകലും ഇതിലെ വരാൻ ഭയപ്പെടണമല്ലോ. തീരെ വെളിച്ചം മങ്ങിയ മലയിടുക്കായിരുന്നു അത്. കിടങ്ങിനപ്പുറത്ത് മരക്കൂട്ടങ്ങൾക്കിടയിൽ മനഃപൂർവ്വം മറയാൻ ശ്രമിക്കുന്നത് പോലെ പതിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന വീട്. അറയും നിരയുമുള്ള പഴഞ്ചൻ കെട്ടിടം. കിടങ്ങിന് വെളിയിൽ വൻമരങ്ങൾ ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്നു. കുറച്ചകലെ കാട്. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ആനന്ദ് തന്റെ പിന്നാലെ പാലത്തിൽ പ്രവേശിച്ചവർക്ക് മുന്നറിയിപ്പ് നൽകി. പാലം കടന്ന് മരങ്ങൾക്കിടയിൽ മങ്ങിക്കാണാവുന്ന വളഞ്ഞ ഒറ്റയടി പാതയിലൂടെ സംഘം വീട്ടുമുറ്റത്തെത്തി. നിലവിളക്കിന് പിന്നിൽ നിന്ന് ഒരാൾ കല്ലൊതുക്കിലേക്ക് ഇറങ്ങി നിന്നു. ആരാ? മഹാദേവൻ തമ്പുരാന്റെ വീടല്ലേ ഇത്? ഉദയകുമാർ ചോദിച്ചു. അതെ. അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാ. സന്ധ്യയ്ക്കാണ് ഒരാളെ കാണാൻ ചെല്ലുന്നത്. അയാൾ അസഹിഷ്ണുതയോടെ ചോദിച്ചു. താമസസ്ഥലം അന്വേഷിച്ചറിഞ്ഞപ്പോൾ വൈകിപ്പോയി. ക്ഷമിക്കണം. എന്തായാലും ഈ സമയത്ത് വന്നത് തീരെ ശരിയായില്ല. താങ്കളാണോ മാനവേദൻ തമ്പുരാൻ? അതെ, ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. എന്റെ പേര് ഉദയകുമാർ, ക്രൈംബ്രാഞ്ച് DIG. ഇദ്ദേഹം ആനന്ദ്, പത്രപ്രവർത്തകൻ. മുറ്റത്തുനിന്ന് തന്നെയാണ് സംസാരം. തമ്പുരാൻ ആനന്ദിനെ അടിമുടി ഒന്ന് നോക്കി. എങ്ങോ കണ്ടുമറന്ന പോലെ ഒരു ഭാവം തമ്പുരാന്റെ കണ്ണുകളിൽ തെളിഞ്ഞു. ആനന്ദ് സൂക്ഷിച്ചു നോക്കി. മഹാദേവൻ തമ്പുരാൻ തന്നെയോ? മെലിഞ്ഞു വിളറി, തോളുകൾ ഇടിഞ്ഞ് കൂലിപ്പോയ ഈ മനുഷ്യൻ 3-4 വർഷം കൊണ്ട് ഒരാൾ ഇത്ര കണ്ട് മാറിപ്പോകുമോ? തല പാടെ നരച്ചു പോയിരിക്കുന്നു. ഊർജ്ജസ്വലനും ഗംഭീരനും ശക്തനുമായിരുന്ന പഴയ മഹാദേവൻ തമ്പുരാൻ എവിടെ? നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. മഹാദേവൻ ആനന്ദിന്റെ നേർക്ക് വിരൽ ചൂണ്ടി. ഉവ്, ആനന്ദ് പറഞ്ഞു. ഞാൻ പണ്ട് അങ്ങ് താമസിച്ചിരുന്ന ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്. എന്ന്? 3 വർഷം മുമ്പ്. അന്ന് ഞങ്ങളോടൊപ്പം വന്ന അഞ്ജലി എന്നൊരു പെൺകുട്ടിയെ കാണാതായി. മഹാദേവന്റെ മുഖം വിളറി, കണ്ണുകൾ ഇടുങ്ങി. അഞ്ജലി? അയാൾ മന്ത്രിച്ചു. മാനവേദനല്ല നിങ്ങൾ, മഹാദേവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. ഉദയകുമാർ അറിയിച്ചു. എന്തിനാ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വന്നത്? ചില കാര്യങ്ങളുണ്ട്, ഉദയകുമാർ പറഞ്ഞു. പോലീസിനിവിടെ എന്ത് കാര്യം? പറയാം. ഇങ്ങനെ മുറ്റത്ത് നിന്നുകൊണ്ട് സംസാരിക്കണോ? അതോ?
ഈ സന്ധ്യ കഴിഞ്ഞ നേരത്ത് നിങ്ങളുമായി ഒരിടത്തു നിന്നും ഒന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് എന്ത് കാര്യമായാലും പോയിട്ട് നാളെ വരിക. ഞങ്ങൾ വളരെ ദൂരത്തു നിന്നും വന്നവരാണ്. അതുകൊണ്ടെന്താ? ഞാൻ സന്ധ്യയ്ക്ക് ശേഷം സന്ദർശകരെ സ്വീകരിക്കാറില്ല. ഞങ്ങളെല്ലാവരും ആരൊക്കെയാണെന്നും എന്തിനു വന്നതാണെന്നും പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ സമ്മതിച്ചേക്കും. ഇല്ല, നിങ്ങൾ ആരായാലും എന്നോടൊപ്പം മര്യാദ കാട്ടി തിരിച്ചു പോകണം. പോലീസാകുമ്പോൾ മര്യാദ കൂടേണ്ടതാണല്ലോ, പ്രത്യേകിച്ച് ഉയർന്ന റാങ്കിലുള്ളവർ. DIG ഉദയകുമാറിന് മഹാദേവന്റെ സംഭാഷണം കേട്ട് കോപം വന്നു. എങ്കിലും സ്വയം അടക്കി കഴിയുന്നത്ര മയത്തിൽ പറഞ്ഞു, ഗുരുതരമായ ചില പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാനാണ് ഞങ്ങൾ താങ്കളുടെ സഹായം തേടി ഇവിടെ എത്തിയത്. ഇത്രയും ബുദ്ധിമുട്ടി താങ്കളെ കണ്ടെത്തി ഈ സമയത്ത് തന്നെ വരണമെങ്കിൽ കാര്യം എത്രത്തോളം സീരിയസ് ആയിരിക്കുമെന്ന് ഊഹിച്ചുകൂടെ? അങ്ങ് ഞങ്ങളോടൊപ്പം വരണം. മഹാദേവൻ തമ്പുരാന്റെ നോട്ടം പതറി. ഞാൻ വരായിരുന്നു, പകലായിരുന്നെങ്കിൽ. എന്റെ പെൺമക്കൾ മാത്രമേയുള്ളൂ ഇവിടെ. ഉമ്മറത്ത് കൊളുത്തിയ നിലവിളക്കുകൾ പോലെ തമ്പുരാട്ടിമാർ നിൽക്കുന്നത് അവർ കണ്ടു, പാർവതിയും കാർത്തികയും. പെട്ടെന്ന് തമ്പുരാൻ പറഞ്ഞു, അഞ്ജലിയുടെ അടുത്തുനിന്നാണ് നിങ്ങൾ വരണതെങ്കിൽ ഉടനെ തിരിച്ചു പോകണം. അപകടമാണ്, എനിക്കും നിങ്ങൾക്കും. നമുക്ക് നാളെ സംസാരിക്കാം. ആനന്ദും ഉദയകുമാറും പരസ്പരം നോക്കി. മറുവാക്കു പറയാതെ പൊയ്ക്കോ. വന്നവർ തിരിഞ്ഞു നടന്നു. അഞ്ജലി കണ്ണാടിയിലൂടെ എന്ന വണ്ണം കാണുകയായിരുന്നു. അസ്തമയത്തിന് ശേഷമാണ് ശരിയായ കാഴ്ച കിട്ടിയത് തന്നെ. ആദ്യം അച്ഛനെയാണ് കണ്ടത്. അകലെ, വളരെ അകലെ, ഏതോ ഒരു ടൗണിലെ ഹോട്ടൽ മുറിയിൽ വിഷാദഗ്രസ്തനായിരിക്കെയാണ് കിഴവൻ. ഗാഠചിന്തയിലാണ്. ഒരൊറ്റ അടിമതി നടുവടിയാൻ, അല്ലെങ്കിൽ ഭിത്തിയിലേക്ക് ആഞ്ഞൊരു തള്ള്. വരട്ടെ, ധൃതി വേണ്ട. ഒരു മുന്നറിയിപ്പ് കൊടുക്കണം, അത് മര്യാദ. പക്ഷേ പോലീസിനോട് കരുണ വേണ്ട. ഇങ്ങോട്ട് കരുണയോ മര്യാദയോ കാട്ടാത്തവരാണ്. ബാക്കിയുള്ളവരെവിടെ? ആനന്ദും മറ്റേ പോലീസ് ഉദ്യോഗസ്ഥനും. താൻ തിരിച്ചറിയാതിരിക്കാനാവണം ഓരോ തവണയും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരാണ് ആനന്ദിന്റെ കൂടെ. അഞ്ജലി വീണ്ടും നോക്കി. വളഞ്ഞു പുളഞ്ഞു പോകുന്ന മലമ്പാത, വിജനമായ മലയിടുക്കുകൾ, കാട്. പ്രകാശവേഗത്തിൽ പിന്നോട്ട് പായുന്ന കാഴ്ചകൾ. ഒരൊറ്റയടിപ്പാത കിടങ്ങിലേക്ക് എത്തി നോക്കുന്നിടത്ത് നിന്നു. ഇനി ഇരുട്ട്. ഭൂമിയിൽ രാത്രി പരന്നു തുടങ്ങിയതേയുള്ളൂ. എന്നിട്ടും കലശലായ ഇരുട്ട്, കൂരാക്കൂരിരുട്ട്. എന്നാൽ വെളിയിൽ മരങ്ങളും വഴിയും കുന്നുകളുമെല്ലാം കാണാം. വിജനതയാണ്. അപ്പോൾ ഇതാണ് താവളം, മഹാദേവന്റെ ഒളിവിടം. ഈ കിടങ്ങിനപ്പുറം എവിടെയോ ഇരുട്ടുകൊണ്ട് മറച്ചിരിക്കുകയാണ്. കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. അരികെ ചെല്ലണമെങ്കിൽ സമയമെടുക്കും. അയാൾ എന്തൊക്കെ കെണികളൊരുക്കി വെച്ചിട്ടുണ്ടെന്ന് നിശ്ചയമില്ല. പടക്കോപ്പ് ശാലയിലേക്ക് കയറി ചെല്ലുന്നത് പോലെ ഇരിക്കും. എല്ലാ ആയുധങ്ങളും അയാൾ തനിക്കെതിരെ തിരിച്ചു വെച്ചിട്ടുണ്ടാകും. ഒരു കരുതലും സൂക്ഷ്മതയും ഉള്ളത് നന്ന്. ഇരുട്ടിൽ കടന്നാൽ ദിക്കറിയാതെ ഉഴറുകയാവും ഫലം. ബുദ്ധി തെളിഞ്ഞു കിട്ടുകയുമില്ല. അയാളെ പുറത്തു കൊണ്ടുവരണം. അഞ്ജലി കാത്തുനിന്നു. സന്ധ്യ കുറെ കൂടി മങ്ങിയിരിക്കുന്നു. നേർത്ത സംഭാഷണ ശകലങ്ങൾ അവ്യക്തമായി കേട്ടു. കാണാൻ വയ്യ. അഞ്ജലി അനങ്ങിയില്ല. പാലം കടന്ന് ആദ്യം പുറത്തു വന്നയാളെ നോക്കി. DIG ഉദയകുമാർ, പിന്നെ ആനന്ദ്, മഫ്റ്റിയിൽ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥർ, ഒരു വഴികാട്ടി. എല്ലാവരും അസ്വസ്ഥരാണ്. ആൾ സഞ്ചാരം അധികമില്ലാത്ത കാടും പടലും കയറിക്കിടക്കുന്ന പാതയിലൂടെ ജീപ്പിനടുത്തേക്ക്. ആരും ഒന്നും മിണ്ടുന്നില്ല. അഞ്ജലിയുടെ നോട്ടം ഒരിക്കൽ കൂടി ആ പ്രദേശം വലയം വെച്ചു. ഇരുട്ടു തന്നെ. അതിനുള്ളിൽ എവിടെയോ മഹാദേവനുണ്ട്. ജീപ്പ് മടങ്ങുകയാണ് മലഞ്ചെരിവിലൂടെ. ഇപ്പോൾ ചെറിയൊരു തള്ളുമതി. ജീപ്പ് കൊക്കയുടെ അടിയിൽ. അല്ലെങ്കിൽ ഡ്രൈവറുടെ മുഖമടച്ച് ഒറ്റയടി. വേണ്ട. മഹാദേവനെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇവരുടെ സഹായം വേണ്ടി വന്നേക്കും. ആനന്ദും ഉദയകുമാറും സംസാരിക്കുന്നുണ്ട്. തന്നെ എങ്ങനെ നശിപ്പിക്കാം എന്നാണ് ആലോചന. മഹാദേവനെ കൊണ്ട് അത് കഴിയുമോ എന്ന് ഉദയകുമാറിന് ശങ്ക. അയാൾക്കേ കഴിയുള്ളൂവെന്ന് ആനന്ദ്. വിഡ്ഢികൾ. അഞ്ജലി പൊട്ടിച്ചിരിച്ചു. കസേരയിൽ ചാരിക്കിടന്ന് TV കാണുകയായിരുന്ന രഞ്ജിത്ത് തിരിഞ്ഞു നോക്കി. അഞ്ജലി ഹാളിന്റെ ഏറ്റവും പുറകിൽ സോഫയിൽ ചാരിക്കിടക്കുന്നു. ചിരിക്കാൻ എന്തുണ്ടായി? ചേച്ചിയുടെ അരികെ മറ്റാരെയും കണ്ടില്ല. TV-യിലാണെങ്കിൽ അത്യന്തം ശോകനിർഭരമായ ഒരു രംഗമായിരുന്നു. ആ ചിരിയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ചിരി പോലെയല്ല തോന്നിയത്. ചേച്ചി തന്നെയാണോ ചിരിച്ചത്? രഞ്ജിത്തിന് പേടി തോന്നി. രാത്രി. മഹാദേവൻ കോലായിലൂടെ നടക്കുന്നതിനിടെ ചുറ്റും നോക്കി. ഇരുട്ട് മാത്രമേ കാണാനുള്ളൂ. അയാൾ മുറ്റത്തേക്കിറങ്ങി. കാറ്റും ജലമർമരങ്ങളുമില്ല. പ്രകൃതിയെ ആരോ പിടിച്ചു കെട്ടിയ പ്രതീതി. അച്ഛാ, കാർത്തിക തമ്പുരാട്ടി കോലായിൽ നിന്ന് വിളിച്ചു. മഹാദേവൻ തിരിഞ്ഞു. എന്താ മോളെ?
അച്ഛനിന്ന് ഉറങ്ങുന്നില്ലേ? നിങ്ങൾ ഉറങ്ങിക്കോ. അച്ഛനിന്ന് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അച്ഛനെന്താ ഒരു പേടി പോലെ? അച്ഛനെ ഞങ്ങളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. മനോബലം ചോർന്നു പോകുന്ന പോലെ ഒരു തോന്നൽ. മനോബലം മാത്രമല്ല കുഞ്ഞെ, കാലിനടിയിലെ മണ്ണും. അച്ഛൻ ഇത്ര വിചാരപ്പെടാൻ എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും അച്ഛൻ തുറന്നു പറയ്, ഇവിടെയും രക്ഷയില്ലാണ്ടായോ? അവൾ ദയനീയമായി നോക്കി. കണ്ടുപിടിച്ചോ നമ്മളെ? താവളം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അസ്തമയം കഴിഞ്ഞല്ലേ അവര് വന്നത്. നമ്മള് ഇവിടുന്നും പോകേണ്ടി വരുമോ അച്ഛാ? ഇവിടുന്നിനി പോകാൻ ഇടമില്ല. പുറത്തിറങ്ങിയാൽ നമ്മൾ കണ്ടുപിടിക്കപ്പെടും. ഇവിടെ രക്ഷയുണ്ടോ അതുമില്ല. അച്ഛന് തടഞ്ഞുകൂടെ? അവളെ തടയാം, കണ്ണുകെട്ടി കളിപ്പിക്കാം. പക്ഷെ വേറെ ആളുകൾ വരുന്നു, അവരെ എങ്ങനെ തടയും? മാളത്തിൽ നിന്ന് എലിയെ എന്ന പോലെ അവൾ നമ്മളെ പുകച്ചു പുറത്തു ചാടിക്കും, മറ്റാൾക്കാർ വഴി. കാർത്തിക ദീനഭാവത്തിൽ നോക്കി നിന്നു. മോള് പോയി കിടന്നോ? ഞാൻ വരും വരാകെയൊക്കെ ഒന്നാലോചിക്കട്ടെ. മനസ്സ് ബലപ്പെടുത്തണം. ഇനി ഒളിച്ചോടാൻ പറ്റില്ല. പോരിനിറങ്ങുക തന്നെ. കാർത്തിക അകത്തെ അറയിലേക്ക് പിൻവലിഞ്ഞു. മഹാദേവൻ തമ്പുരാൻ നെഞ്ചിലെ നരച്ച രോമങ്ങൾക്കിടയിലൂടെ വിരലുകൾ ഇഴച്ചുകൊണ്ട് വീണ്ടും മുറ്റത്തുകൂടി നടന്നു. ഇടയ്ക്കൊരു കാറ്റ് വീശി. അയാൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ഇരുട്ടിന്റെ മതിലിനപ്പുറം ഒരു കുതിര കുളമ്പടി കേൾക്കാമെന്ന് തോന്നി. ഇരുട്ടിനെ തുളച്ചു കടക്കാൻ ശ്രമിക്കുന്ന രണ്ട് കണ്ണുകൾ, നിശിതമായ കണ്ണുകൾ. പ്രകാശത്തിന്റെ ഒരു ഒറ്റ രശ്മി വലിച്ചു നീട്ടിയ നൂൽ പോലെ ഇരുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. അവളുടെ കണ്ണുകളാണത്. അവളുടെ കണ്ണിലെ പ്രകാശമാണത്. നൂറ്റാണ്ടുകളുടെ പഴമയും പൊടിയും പുരണ്ട പകയിൽ നിന്ന് നീളുന്ന നോട്ടം. പിന്നെയും കുതിരക്കുളമ്പടി. എവിടെ ആരംഭിക്കുന്നു എന്നറിയില്ല, എവിടെ അവസാനിക്കുന്നുവെന്നും. മഹാദേവൻ ചകിതനായി നിന്നു. അധ്യായം 34. നഗരത്തിലെ ഏറ്റവും മുന്തിയ ഹോട്ടലിലെ വിശാലമായ മുറിയിലാണ്. 3 പേരും ഒരേ മുറിയിലാണ് കിടപ്പ്. DIG ഉദയകുമാറും നമ്പ്യാരും ആനന്ദും. ഉദയകുമാറിന്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി മറ്റൊരു മുറിയുണ്ട്. മുറിയിലെത്തിയ ശേഷം 3 പേരും അഞ്ജലിയെ പറ്റിയോ മഹാദേവനെ പറ്റിയോ സംസാരിക്കുകയുണ്ടായില്ല. നമ്പ്യാർ ഉത്കണ്ഠാകുലനായിരുന്നു. എല്ലാം നാളെ രാവിലെ പറയാം, ഉദയകുമാർ പറഞ്ഞു. മൂവരും നേരത്തെ കിടന്നു. വേറെ വേറെ മുറിയെടുക്കാമെന്നൊരു നിർദ്ദേശം ഉദയകുമാർ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും നമ്പ്യാർക്കത് സ്വീകാര്യമായില്ല. നമ്മൾ എപ്പോഴും ഒന്നിച്ചായിരിക്കണം. അവൾ വന്നാൽ ഒരു സാക്ഷി വേണ്ടേ? യാത്രാക്ഷീണം കൊണ്ട് ആനന്ദും ഉദയകുമാറും നേരത്തെ ഉറങ്ങി. നമ്പ്യാർക്ക് ഉറക്കം വരാൻ കുറെ കൂടി വൈകി. അയാൾ ഒന്ന് മയങ്ങി. പിന്നീടെപ്പോഴോ കിനാവിലെന്നോണം ഞെട്ടി കണ്ണു തുറന്നു. മുറിയിലെ നിറവെളിച്ചത്തിൽ കിടക്കകൾക്കിടയിൽ അഞ്ജലി നിൽക്കുന്ന കാഴ്ച അയാളെ നടക്കി. അത് സ്വന്തം മകളാണെന്ന ചിന്തയും പേടിയില്ലായ്മയുമൊക്കെ പഴങ്കഥയായി തീർന്നിരുന്നു. നമ്പ്യാർ മറ്റുള്ളവരെ കൂടി വിളിച്ചുണർത്താൻ വായു തുറന്നെങ്കിലും ശബ്ദം കിട്ടിയില്ല. നമ്പ്യാർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉദയകുമാറും ആനന്ദും ഉണർന്നതായി കണ്ടു. മൂവരും ഏകകാലത്ത് തന്നെ ഉണർന്നിരിക്കുന്നു. അഞ്ജലിയുടെ മുഖത്ത് രൗദ്രമില്ല, പരിഹാസം, പുച്ഛം, അവജ്ഞ. മഹാദേവൻ തമ്പുരാനെ കണ്ടു അല്ലേ? അവളുടെ ഒച്ച ചിലമ്പി. ഇക്കാലം അത്രയും ഞാനും അന്വേഷിക്കുകയായിരുന്നു. വളരെ നന്ദി. അവൾ ചിരിച്ചപ്പോൾ അത് ഭയാനകമാണെന്ന് 3 പേർക്കും തോന്നി. എന്നോടാണ് പോര്, ഈ എന്നോട്. അവൾ സ്വയം നെഞ്ചിൽ തൊട്ടു. മഹാദേവനെ കാട്ടിത്തന്നതിന്റെ നന്ദി കൊണ്ട് ഞാൻ 1, 2, 3 ദിവസത്തേക്ക് കൂടി ആയുസ് നീട്ടിത്തരുന്നു. നാളെ ഉദയകുമാർ, മറ്റന്നാൾ ഈ കിഴവൻ, അതിനടുത്ത ദിവസം ആനന്ദ്. നിനക്കൊരു കൂട്ടുമുണ്ടാവും മഹാദേവൻ. സമയമുണ്ട്. അയാൾ നിങ്ങളെ രക്ഷിക്കുമെങ്കിൽ അത് വന്ന് കാണണം. അതുകൊണ്ടാണ് ഈ ഇളവ്. എന്റെ ഇരകളെ അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങുന്നതൊരു സുഖമാണ്. അതും അയാൾ നിസ്സഹായനായി നോക്കി നിൽക്കുമ്പോൾ. സമയമുണ്ട് നിങ്ങൾക്ക്, എന്നോട് പോരിന് കോപ്പുകൂട്ടാനും സംഘം ചേരാനും. അവൾ വീണ്ടും ചിരിച്ചു. ചോര തണുപ്പിക്കുന്ന ഒച്ചയിലുള്ള ചിരി. മഹാദേവൻ നിങ്ങളെയും അയാളെ തന്നെയും രക്ഷിക്കുന്നതെന്ന് കാണട്ടെ. അതുവരെ അനങ്ങാതിരിക്കുകയായിരുന്ന ഉദയകുമാർ തലയിണ കീഴിൽ നിന്ന് സർവീസ് റിവോൾവർ എടുത്തു. അഞ്ജലി ഉദയകുമാറിന്റെ നേർക്ക് തിരിഞ്ഞു. അവളുടെ കണ്ണുകൾ കത്തിയാളി. അവൾ സാവധാനം ഓരോ ചുവട് വെച്ച് ഉദയകുമാറിന്റെ അടുത്തേക്ക് നീങ്ങി. വാ, ഉദയകുമാർ ഉന്മാദത്തോടെ വിളിച്ചു. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട, ഇപ്പോൾ ഇവിടെ വെച്ച് തീർക്കാം കണക്ക്. നോ. ആനന്ദ് ഉറക്കെ വിളിച്ചലറി. നമ്പ്യാർ ഇതികർത്ത മൂഢനായി ഇരുന്നു. വാ, മരിക്കാനാ നിന്റെ വരവ്. ഉദയകുമാർ തോക്കിൻ കുഴൽ അവളുടെ നെഞ്ചിനു നേർക്ക് ലക്ഷ്യം പിടിച്ചു.
അവജ്ഞ നിറഞ്ഞ ഒരു മന്ദഹാസം അഞ്ജലിയുടെ ചുണ്ടുകളിൽ കാണായി. ഉദയകുമാർ 3 തവണ നിറയൊഴിച്ചു. അഞ്ജലിയിലൂടെ കടന്നുപോയ ആദ്യത്തെ വെടിയുണ്ട വാഷ് ബേസിന്റെ മുകളിലെ കണ്ണാടിയിൽ ചെന്ന് തറച്ച് കണ്ണാടി കഷണങ്ങൾ വാഷ് ബേസിലേക്ക് ചിതറി വീണു. കണ്ണാടിയുടെ ചട്ടത്തിൽ തന്നെ ബാക്കി 2 വെടിയുണ്ടകളും തറഞ്ഞു കയറി. എന്നിട്ടും അഞ്ജലിക്കൊരു മാറ്റവും ഉണ്ടായില്ല. അവൾ കൈനീട്ടി ഉദയകുമാറിന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങി. അത് അവൾ 2 കഷണമാക്കി ഒടിച്ചു. കഷണങ്ങൾ ഓരോന്നും ഞെരിച്ചുടച്ചു. അത് ഉദയകുമാറിന്റെ കയ്യിലേക്ക് തന്നെ വെച്ചുകൊടുത്തു. നിന്നോട് അംഗം കുറിച്ചിരിക്കുന്നത് നാളെ, മറക്കണ്ട. വേണമെങ്കിൽ ഇത്തരം 10ഓ 100ഓ ആയുധങ്ങളുമായി തന്നെ പോന്നോളൂ. ഇന്ന് നിന്നെ എനിക്കെന്തും ചെയ്യാം. പക്ഷേ ഞാൻ തന്നെയാണല്ലോ ഒരു ദിവസത്തെ ആയുസ് കൂടി നിനക്ക് തന്നത്. അതിനെ തിരുത്തുന്നില്ല. അഞ്ജലി തിരിഞ്ഞു നടന്നു. അവൾ അപ്പുറം കടന്നതും വാതിൽ ശക്തിയായി വന്നടഞ്ഞു. വെടിയൊച്ച കേട്ട് ഹോട്ടൽ ജീവനക്കാർ ഓടി വരുന്നുണ്ടായിരുന്നു. അവർ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളിക്കയറി. എന്താ സാർ, ഇവിടെ നിന്നാണ് വെടിയൊച്ച കേട്ടത്? ഒരാൾ ചോദിച്ചു. വാഷ് ബേസിനിൽ തകർന്നു കിടക്കുന്ന കണ്ണാടി ചില്ലുകളും അടർന്നു വീണ കുമ്മായവും അവർ കണ്ടു. എന്തുപറ്റി സാർ, അബദ്ധത്തിൽ വെടിപൊട്ടിയതാണോ? ആ അതെ, ഉദയകുമാർ അമ്പരപ്പിൽ നിന്ന് ഉണർന്ന് പറഞ്ഞു. നമ്പ്യാരും ആനന്ദും അപ്പോഴും തരിച്ചിരിക്കുകയായിരുന്നു. അവിടേക്ക് വന്ന ഹോട്ടൽ മാനേജർ വിവരങ്ങൾ ആരാഞ്ഞു. ഉദയകുമാർ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. കണ്ണാടി ചീളുകൾ പെറുക്കി മുറി ക്ലീൻ ചെയ്യാൻ ഹോട്ടൽ ബോയിയെ ഏർപ്പാടാക്കിയിട്ട് മാനേജർ തിരിച്ചുപോയി. ആ ജോലി തീർത്ത ശേഷം റൂം ബോയിയും മടങ്ങി. നമ്പ്യാരും ആനന്ദും ഉദയകുമാറിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. നാളെ വധിക്കപ്പെടാൻ നറുക്ക് വീണ മനുഷ്യനാണത്. അഞ്ജലി പറഞ്ഞാൽ അതിന് അണുവിട മാറ്റമില്ല. അവളെ തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യവുമല്ല. നാളെ ഉദയകുമാർ, അതിനുശേഷമോ? ഒരു സാന്ത്വനത്തിനായി അവർ വീണ്ടും ഉദയകുമാറിൽ തന്നെ നോട്ടമുറപ്പിച്ചു. അയാൾ വേണം ഇനിയെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ. ഉദയകുമാറിന്റെ മുഖം കല്ലിച്ചിരുന്നു. അയാൾ ഒരു സിഗരറ്റ് കൊളുത്തി. എന്നിട്ട് പുക ശക്തിയായി ഊതിപ്പറപ്പിച്ചുകൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നാളെ രാവിലെ തന്നെ മഹാദേവന്റെ അടുത്ത് പോയാലോ? ആനന്ദ് ചോദിച്ചു. എന്നിട്ടെന്ത് ചെയ്യാൻ? ഇനി നമുക്ക് അതേയുള്ളൂ ഒരഭയസ്ഥാനം. ഉദയകുമാർ പുച്ഛിച്ചു. സ്വയം രക്ഷിക്കാൻ കഴിയാതെ ആൾമാറാട്ടം നടത്തി ഒളിവിൽ കഴിയുന്ന ആ കിഴവനാണോ ഇനി നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്? പിന്നെ നമ്മൾ എന്തു ചെയ്യും? ആലോചിക്കണം. ഉദയകുമാർ വീണ്ടും നടപ്പ് തുടർന്നു. പ്രഭാതം. ആരും ഉറങ്ങിയിരുന്നില്ല. അതിനാൽ ഉണരേണ്ടതുമില്ലായിരുന്നു. ഉദയകുമാർ രാത്രി തന്നെ തന്റെ സഹപ്രവർത്തകരായ സേതുമാധവനുമായും ജയറാമുമായും ബന്ധപ്പെട്ടിരുന്നു. അവരുമായി ദീർഘനേരം സംസാരിച്ച് ചില തീരുമാനങ്ങളെടുത്തു. അതിരാവിലെ തന്നെ അയാൾ കുളിച്ചൊരുങ്ങി വന്നു. നമ്പ്യാരും ആനന്ദും ഉദയകുമാറിന്റെ തീരുമാനമനുസരിച്ച് എവിടേക്ക് പുറപ്പെടാനും തയ്യാറായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. നിങ്ങൾ 2 പേരും കൂടി മഹാദേവന്റെ അടുത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുക. അവസാനമായിട്ട് ആ വാതിലിലും മുട്ടിയില്ലെന്ന് വേണ്ട. ഉദയകുമാർ ആനന്ദിനോടും നമ്പ്യാരോടും നിർദ്ദേശിച്ചു. അപ്പോൾ സാർ എന്തു ചെയ്യാൻ പോകുന്നു? ആനന്ദ് തെല്ലമ്പരപ്പിൽ ചോദിച്ചു. എനിക്ക് വേറെ ചില പദ്ധതികളുണ്ട് സാർ. ഈയൊരു പകൽ മാത്രമാണ് സാറിന്റെ മുമ്പിൽ ശേഷിച്ചിരിക്കുന്നത്. മഹാദേവന് ഒരു പക്ഷേ നമ്മളെ... മഹാദേവൻ, ബ്ലഡി നോൺസെൻസ്. ഇന്നലെ നമ്മൾ അയാളെ കണ്ടതല്ലേ? പേടിച്ച എലിയെപ്പോലെ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഞാൻ ഇറങ്ങുന്നു. ഉദയകുമാർ ഇറങ്ങി നടന്നു. എന്താണ് അയാളുടെ പദ്ധതിയെന്നറിയാതെ നമ്പ്യാരും ആനന്ദും കണ്ണിൽ കണ്ണിൽ നോക്കി. ഒന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. ഒരു തരം മൗഢ്യം ശരീരത്തെയും മനസ്സിനെയും ഗ്രസിച്ചിരിക്കുന്നു. മരണം വിളിപ്പാടകലെ വന്ന് വാളോങ്ങി നിൽക്കുന്നു. തങ്ങളിപ്പോൾ സ്വപ്നത്തിലോ ജാഗരത്തിലോ എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥ. ഏതോ ഒരു ഭീകര നാടകത്തിലെ രംഗങ്ങളാണ് കൺമുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന തോന്നൽ. ആനന്ദ്, നമ്മൾ എന്താ ചെയ്യുക? ഉദയകുമാർ ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടിലാണല്ലോ പോയത്. കരുണാകരൻ നമ്പ്യാർ ചകിതനായി ആനന്ദിനെ നോക്കി. നമുക്ക് ഒരൊറ്റ രക്ഷാമാർഗമേ ഉള്ളൂ. അത് മഹാദേവൻ തമ്പുരാനാണ്. ഡോക്ടർ ഐസക് തോമസും ഭട്ടതിരിപ്പാടും അതുതന്നെയല്ലേ പറഞ്ഞത്? അഞ്ജലിയെ ഭയന്നിട്ടായിരിക്കാം അയാൾ ആൾമാറാട്ടം നടത്തി ഒളിച്ചു പാർക്കുന്നത്. എന്നാലും അവൾക്ക് പിടികൊടുക്കാതെ ഇത്രകാലം പിടിച്ചു നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ. നമ്മൾ കാണും പോലെ നിസാരനായ ശക്തിഹീനനായ വെറുമൊരു കിഴവനല്ല മഹാദേവൻ. അയാൾക്ക് ശക്തിയുണ്ട്, തന്ത്രമുണ്ട്. നമുക്കയാളെ ആശ്രയിക്കുക തന്നെ.
ആട്ടിപ്പായിച്ചാലോ അയാൾ? അതുണ്ടാവില്ല. ഇന്ന് വരാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ശരി, എന്നാൽ നമുക്ക് പുറപ്പെടാം. ആനന്ദും കരുണാകരൻ നമ്പ്യാരും ഉടൻ യാത്രയായി. ദുർഘടമായ മലമ്പാതകൾ താണ്ടി അവർ മഹാദേവന്റെ വാസസ്ഥലത്തെത്തിയപ്പോൾ ഉച്ചതിരിഞ്ഞ് 3 മണിയായി. മഹാദേവൻ അസ്വസ്ഥനായി. കരിങ്കൽക്കെട്ടിന്റെ മുറ്റത്തുകൂടി നടക്കുന്നുണ്ടായിരുന്നു. കാലത്ത് തുടങ്ങിയതാണ് ആ നടത്തം. ജലപാനം കഴിച്ചിട്ടില്ല. എന്താ വൈകിയേ? എവിടെ ആയിരുന്നു? സൂര്യൻ ക്ഷയിച്ചു തുടങ്ങിയല്ലോ. മുഖമുയർത്താതെ അവരെ നോക്കാതെ മഹാദേവൻ പറഞ്ഞു. ആനന്ദും നമ്പ്യാരും ഒന്നും മിണ്ടിയില്ല. വാൽക്കിണ്ടിയിൽ വെള്ളമിരിപ്പുണ്ട്, കാല് കഴുകിയിട്ട് കേറിയിരിക്കുക. മഹാദേവന്റെ നിർദ്ദേശം ആനന്ദും നമ്പ്യാരും അനുസരിച്ചു. മഹാദേവൻ കോലായിൽ കയറി ചാരു കസാലയിൽ ഇരിപ്പുറപ്പിച്ചു. ഇന്നലെ ഒരു പോലീസുകാരനും വന്നിരുന്നല്ലോ, ഒരെടുത്തുചാട്ടക്കാരൻ. അയാളെവിടെ? രാവിലെ എവിടേക്കോ പോയി. എവിടേക്കാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ചാവേറാകാനാ നിശ്ചയം. നമ്പ്യാരും ആനന്ദം മുഖത്തോട് മുഖം നോക്കി. നിങ്ങളുടെ ഉദ്ദേശ്യം എന്താണെന്ന് അവൾ അറിഞ്ഞു ലേ? ഇന്നലെ കാണാനും വന്നിട്ടുണ്ടാവും. ആനന്ദിന്റെ പെരുവിരൽ മുതൽ മുടിവരെ ഒരു തരിപ്പിഴഞ്ഞ് കയറി. മഹാദേവൻ ഇവിടിരുന്നു കൊണ്ട് എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഞാനിവിടെ സ്വസ്ഥമായിട്ട് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ പൂജയും ഭജനവുമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. ആയുസ്സെത്തി മരിക്കാലോന്നൊരു സമാധാനം കണ്ടിരുന്നു. വിധിയില്ല. അന്നേ ഞാൻ കണ്ടു. ഏത് മുന്തിയ രക്ഷാസ്ഥാനത്തും ഒരു ചെറിയ പഴുത്, അടയ്ക്കാനാവാത്ത ഒരു പഴുത്, ആയുർരേഖയിലൊരു വെട്ട്. എന്നാലും മനുഷ്യനൊരു മൂഢവിശ്വാസമുണ്ടല്ലോ, ദുർവിധി തന്നെ കടന്നു പോകും എന്ന്. അതിൽ പെട്ടുപോയി ഞാനും. ഞങ്ങളാണോ കാരണമായത്? ആനന്ദ് ചോദിച്ചു. നിങ്ങളൊരു നിമിത്തം മാത്രം. നിങ്ങളോട് ഞാൻ നീരസപ്പെട്ടിട്ട് എന്ത് കാര്യം? നിങ്ങളെ എൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുക എന്നത് വിധിയുടെ ഒരു നിശ്ചയമായിരുന്നു. ഇന്നലെ തന്നെ അവൾ എന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആര്? അഞ്ജലിയോ? മഹാദേവൻ തലയാട്ടി. ആനന്ദ് കുറ്റബോധത്തോടെ മുഖം കുനിച്ചു. ഞങ്ങൾക്കെല്ലാം അവൾ ദുർമരണം വിധിച്ചിട്ടാ പോയത്. രസികത്തിയാണവൾ. ചതിക്കില്ല, വാക്കുമാറുകയില്ല. ശത്രുക്കളോടൊഴികെ മറ്റെല്ലാവരോടും അപാരമായ ദയ കാണിക്കുകയും ചെയ്യും. എനിക്കറിയാം എല്ലാം. എന്നാലും പറയി, കഥകളൊക്കെ കേൾക്കട്ടെ. ആനന്ദ് ആദ്യം മുതൽക്കേ സംഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങി. ഉദയകുമാറിന് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അഞ്ജലിയെ എങ്ങനെയും വധിക്കുക. ഈ പകലെരിഞ്ഞടങ്ങും മുമ്പേ. പകൽ മുഴുവൻ അവളിലെ അഭൗമശക്തി നിദ്രയിലാണ്. ആരെയും പിന്തുടരാനോ ആക്രമിക്കാനോ ആ സമയത്ത് അവൾക്ക് കരുത്തില്ല. പ്രതിരോധിക്കാൻ പോലും സമയമെടുക്കും. ഞൊടിയിടയിൽ ആപത്ത് മനസ്സിലാകും മുമ്പ് അവളിലെ ശക്തി ഞെട്ടി ഉണർന്ന് പ്രതിരോധത്തിന് സജ്ജമാകും മുമ്പ് കാര്യം കഴിയണം. അസ്തമയം വരെയുണ്ട് സമയം. സേതുമാധവനും ജയറാമും ഉദയകുമാറിന്റെ ഒപ്പമുണ്ടായിരുന്നു. ഉച്ചയോടെ അവർ പോലീസ് ക്യാമ്പിലെത്തി. സാഹസിക യത്നങ്ങൾക്കായി പ്രത്യേകം പരിശീലിക്കപ്പെട്ട കമാൻഡോകളിൽ 3 പേരെ അവർ കൂടെ ചേർത്തു. ഉദയകുമാർ ഫോണിലൂടെ DGPയുമായി സംസാരിച്ചു. കാര്യത്തിന്റെ ഗൗരവം DGPക്കും ബോധ്യപ്പെടുത്തി കൊടുത്തു. അഞ്ജലിയുടെ അടുത്ത ലക്ഷ്യം CM ആണെന്നൊരു നുണ വെച്ച് കാച്ചാനും അയാൾ മറന്നില്ല. DGP ഉടൻ CMുമായി ബന്ധപ്പെട്ടു. ഫോണിലൂടെ തന്നെ വിവരമറിയിച്ചു. പരിഭ്രാന്തനായ CM അഞ്ജലിക്കെതിരെ ഏത് വിധത്തിലുള്ള ഓപ്പറേഷനും രഹസ്യാനുമതി നൽകി. ഉദയകുമാറിനെ ഇനി ധൈര്യമായി. ജീപ്പിലാണവർ പുറപ്പെട്ടത്. 6 പേർ. അവളെ കൺമുമ്പിൽ കിട്ടിയാൽ ഒരു നിമിഷത്തെ ഇടവേള കൊടുക്കരുത്. കണ്ണു ചിമ്മി തുറക്കും മുമ്പേ കാര്യം കഴിയണം. അരിപ്പ പോലെയാകണം അവളുടെ ശരീരം. ഉദയകുമാർ നിർദ്ദേശം നൽകി. ജീപ്പ് വലിയ മംഗലത്ത് തറവാടിന്റെ പോർച്ചിൽ നിന്നു. ചുറ്റുപാടുകൾ നിരീക്ഷിച്ചിട്ട് ഉദയകുമാർ ആദ്യം ഇറങ്ങി. വെളിയിലെങ്ങും ആരുമില്ല. പൂമുഖവാതിൽ അടഞ്ഞു കിടക്കുകയാണ്. സേതുമാധവൻ ഒഴികെയുള്ളവരെല്ലാം ആയുധങ്ങളുമായി ഇറങ്ങി. പ്രധാന വാതിലിന് ഇരുവശത്തുമായി ഈ 2 പേർ വീതം. ഏതു നിമിഷവും ചാടി വീഴാൻ പാകത്തിൽ നിന്നു. ഉദയകുമാർ ഡോർബെല്ലിന്റെ സ്വിച്ച് അമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ അടുത്തടുത്ത് വരുന്ന പാദപതന ശബ്ദം കേട്ടു. അതൊരു സ്ത്രീയുടേതാണെന്ന് പരിശീലനം കൊണ്ട് ഉദയകുമാറിന് മനസ്സിലായി. അയാൾ സഹപ്രവർത്തകരെ കണ്ടുകാട്ടി. വാതിൽ തുറക്കപ്പെട്ടു. സുമതിക്കുട്ടിയമ്മയുടെ ശിരസ് വാതിലിന് പുറത്തേക്ക് നീണ്ടു. ആരാ? എന്താ വേണ്ടത്? അഞ്ജലിയെ കാണാൻ വന്നതാണ്. അഞ്ജലി ഉണ്ടോ ഇവിടെ? ഉദയകുമാർ ശാന്തനായി ചോദിച്ചു. അവളിവിടെ ഇല്ലല്ലോ. എവിടെ പോയി? നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ല. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അത്യാവശ്യമായി അഞ്ജലിയെ ഒന്ന് കാണണം. സുമതിക്കുട്ടിയമ്മയുടെ മുഖത്ത് പരിഭ്രമമായി. അഞ്ജലി ഇവിടെ ഇല്ല. ഉദയകുമാറിന് വിശ്വാസം വന്നില്ല.
ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. അകത്തേക്ക് വരാൻ സഹപ്രവർത്തകരെ ആംഗ്യം കാട്ടിയിട്ട് ഉദയകുമാർ അകത്ത് കടന്നു. 4-5 തോക്കുധാരികളെ കൂടി കണ്ടതോടെ സുമതിക്കുട്ടിയമ്മ മോഹാലസ്യപ്പെടുമെന്ന നിലയിലായി. ഉദയകുമാർ അകത്ത് പരിശോധന തുടങ്ങിയിരുന്നു. രഞ്ജിത്തും പ്രസീതയും ജോലിക്കാരും അന്തം വിട്ടുനിന്നു. വീട് മുഴുവൻ അരിച്ചു നോക്കിയെങ്കിലും അഞ്ജലിയെ കണ്ടില്ല. ഉദയകുമാർ വീണ്ടും സുമതിക്കുട്ടിയമ്മയെ സമീപിച്ചു. അഞ്ജലി എവിടെ പോയി? കൊല്ലത്തേക്ക്. അവർ ചകിതയായി പറഞ്ഞു. അവിടെ? ഇന്നലെ ഒരു കത്ത് വന്നു. അവൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും അവളെ പിരിച്ചുവിടുന്നതായിട്ട്. അവിടെ ചെന്ന് ഫയലൊക്കെ തിരിച്ചേൽപ്പിക്കാനും ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് പോരാനുമൊക്കെയാ പോയിരിക്കുന്നത്. തനിച്ച്? അതെ. കാറിലോ ബസ്സിലോ? ഇവിടത്തെ കാറിൽ. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ? സുമതിക്കുട്ടിയമ്മ കാർ നമ്പർ പറഞ്ഞു. തുടർന്ന് ഏത് കാറാണ്, കളർ ഏത്, മോഡൽ ഏത്, ഇതെല്ലാം ഉദയകുമാർ ചോദിച്ചറിഞ്ഞു. എപ്പോഴാ പോയത്? രാവിലെ. ഉദയകുമാറും സംഘവും ഉടൻ പുറത്തു കടന്നു. അവർ ജീപ്പിൽ കയറി. കൊല്ലത്തേക്ക്. ഉദയകുമാർ പല്ലുകടിച്ച് പിറുപിറുത്തു. ജീപ്പ് പറന്നു. ഉദയകുമാർ കൂടെ കൂടെ വാച്ചിൽ നോക്കിക്കൊണ്ടിരുന്നു. 4 മണിയോടെ കൊല്ലത്ത് എത്തി. JP & കമ്പനിയിൽ ചെന്ന് അന്വേഷിച്ചു. ഉച്ചയോടെ അഞ്ജലി ഇവിടെ വന്നു. ഏർപ്പാടുകൾ തീർത്ത് മടങ്ങി. മാനേജർ അറിയിച്ചു. അഞ്ജലിയെ പിരിച്ചുവിട്ടു എന്നത് ശരിയാണോ? അതെ. ബോർഡ് യോഗം കൂടി എടുത്ത തീരുമാനമാണത്. താങ്ക് യു. ഇനി ഹോസ്റ്റലിലേക്ക്. വാർഡനെ കണ്ട് അഞ്ജലി അവിടെ വന്നോ എന്ന് അന്വേഷിച്ചു. അഞ്ജലി അരമണിക്കൂർ മുമ്പാണ് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോയത്. വാർഡൻ അറിയിച്ചു. നേരെ വീട്ടിലേക്കാണോ പോയത്? അറിയില്ല. വീട്ടിലേക്കായിരിക്കണം. ഉദയകുമാറും സംഘവും ഉടൻ വെളിയിലിറങ്ങി. മടക്കയാത്രയിൽ കടന്നു പോകേണ്ട പാതയുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഫോൺ വിളിച്ച് ഉദയകുമാർ അഞ്ജലിയുടെ കാർ എവിടെ വെച്ച് കണ്ടാലും ഉടൻ വിവരമറിയിക്കാനും പിന്തുടരാനും ഏർപ്പാടാക്കി. 6 പേരും ജീപ്പിൽ കയറി. ജീപ്പ് പാഞ്ഞു. 60 മൈൽ ദൂരം പിന്നിട്ട മരണപ്പാച്ചിലിന് ശേഷം ഉദയകുമാറിന് ഒരു സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നും വിവരം ലഭിച്ചു. അഞ്ജലിയുടേതെന്ന് സംശയിക്കുന്ന ഒരു കാർ അല്പം മുമ്പ് കടന്നു പോയിട്ടുണ്ട്. സ്റ്റേഷൻ വക പട്രോൾ ജീപ്പ് അതിനെ പിന്തുടർന്ന് പോയിട്ടുണ്ട്. സ്റ്റേഷനിലുണ്ടായിരുന്ന അഡീഷണൽ SI ചോദിച്ചു. കാർ ഞങ്ങൾ തടയണമായിരുന്നോ സാർ? വേണ്ട. എന്ത് വേണമെങ്കിലും വയർലെസ് വഴി കൺട്രോൾ റൂമിൽ അറിയിച്ചാൽ മതി. അവർ വേണ്ടത് ചെയ്തുകൊള്ളും. കാർ തടയുകയോ കസ്റ്റഡിയിലെടുക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉദയകുമാർ പറഞ്ഞു. അയാൾ ജീപ്പിൽ നിന്നും ഇറങ്ങി സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. വയർലെസ് മുഖേന പട്രോൾ ജീപ്പുമായി ബന്ധപ്പെട്ടു. അഞ്ജലിയുടെ കാർ ഇതിനകം നഗരപരിധിയിൽ കടന്നു കഴിഞ്ഞുവെന്ന് വിവരം കിട്ടി. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറും നിറവും മോഡലുമെല്ലാം ശരി തന്നെ. ഫോളോ ചെയ്യുക. സംശയമൊന്നും തോന്നാത്ത വിധം. ഉദയകുമാർ വാച്ചിൽ നോക്കി. 5:48. അസ്തമനത്തിന് ഇനി 1 മണിക്കൂർ തികച്ചില്ല. 6:15 6:30 ഇന്ന് അസ്തമയം. സമയം തീരെയില്ലല്ലോ. ഉദയകുമാർ പകച്ചു. പെട്ടെന്ന് അയാൾ സ്റ്റേഷന്റെ ചുവരിൽ തൂങ്ങിക്കിടന്നിരുന്ന കലണ്ടറിലേക്ക് നോക്കി. എഴുന്നേറ്റ് ചെന്ന് ഉദയാസ്തമയങ്ങൾ രേഖപ്പെടുത്തിയ ഭാഗം പരിശോധിച്ചു. ഇന്ന് അസ്തമയം 6:39. കഷ്ടിച്ച് 50 മിനിറ്റേ ഉള്ളൂ. അയാൾ ചകിതനായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പട്രോൾ ജീപ്പിൽ നിന്നും വിവരം ലഭിച്ചു. അഞ്ജലിയുടെ കാർ ഹോട്ടൽ മെട്രോയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറിപ്പോയിരിക്കുന്നു. പട്രോൾ ജീപ്പ് ഹോട്ടലിന്റെ കോമ്പൗണ്ടിനുള്ളിൽ കടക്കാതെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അവിടെ തന്നെ നിൽക്കണം. ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. ഉദയകുമാർ ഉടൻ തന്റെ ജീപ്പിനടുത്തേക്ക് നീങ്ങി. ജീപ്പ് ഹോട്ടൽ മെട്രോയെ ലക്ഷ്യമാക്കി കുതിച്ചു. അധ്യായം 35. 6 മണി കഴിഞ്ഞു. മരങ്ങൾക്കിടയിലൂടെ ഛിന്ന ഭിന്നമായി കാണാവുന്ന ആകാശ ശകലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് മഹാദേവൻ പറഞ്ഞു. നമ്പ്യാരും ആനന്ദും ആശ്വാസസൂചകമായി മഹാദേവൻ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ കാത്തു. നിങ്ങൾ വളരെ വൈകിപ്പോയെന്ന് പറയാതെ വയ്യ, മഹാദേവൻ പറഞ്ഞു. 3 വർഷം മുമ്പ് അഞ്ജലിയെ ഗ്രാമപ്രാന്തത്തിൽ വെച്ച് കാണാതായ ശേഷം വീണ്ടും കിട്ടിയപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് പരിഹരിക്കാമായിരുന്നു. അഞ്ജലിയുടെ മേൽ അവൾ പൂർണ്ണമായും ആധിപത്യം നേടിക്കഴിഞ്ഞിരുന്നില്ല. അന്നത്തെ ആ അബോധാവസ്ഥയിൽ അഞ്ജലിയിലേക്ക് നുഴഞ്ഞു കയറി അവൾ അഞ്ജലിയുമായി താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആദ്യ ദിവസങ്ങളിൽ അഞ്ജലിയോ അവളോ അല്ലാതിരുന്ന ആ മുഹൂർത്തത്തിൽ എനിക്ക് നിഷ്പ്രയാസം അവളെ കീഴടക്കാമായിരുന്നു.
പക്ഷേ നിങ്ങളാരും സമ്മതിച്ചില്ല. കെഞ്ചി പറഞ്ഞിട്ടും നിങ്ങളാരും സമ്മതിച്ചില്ല. എന്നെ കുറ്റക്കാരനെന്ന് വിധിക്കാനായിരുന്നു എല്ലാവർക്കും താൽപ്പര്യം. അഞ്ജലിയെ മുമ്പൊരിക്കലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ടും മാളികക്കെട്ടിൽ വെച്ച് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, അഞ്ജലിയുടെ മേൽ അവളുടെ നോട്ടം വീണിട്ടുണ്ട്. അഞ്ജലിയെ അവൾ കരുവാക്കാൻ പോകുകയാണെന്ന്. അതുകൊണ്ടാണ് ഞാനന്ന് അഞ്ജലിയോട് പരുഷമായി പെരുമാറിയതും മാളികയിൽ നിന്ന് അവൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നതും. അവളെ തടയാമെന്ന് തന്നെയായിരുന്നു അപ്പോഴും എൻ്റെ വിചാരം. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ 100 ഇരട്ടി വേഗത്തിൽ കാര്യങ്ങൾ നടന്നു. അഞ്ജലി എവിടെ അപ്രത്യക്ഷയായി എന്ന് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, പരാജയമാണ് മുമ്പിലുള്ളതെന്ന്. എൻ്റെ അകക്കണ്ണുകളെ കൂടി ബന്ധിച്ചിടാൻ അവൾക്ക് കഴിഞ്ഞു. മഹാദേവൻ ഒന്ന് നിർത്തി. അങ്ങ് അവൾ എന്ന് പറയുന്നത് ആരെയാണ്? ആനന്ദ് ചോദിച്ചു. ആരെയാണെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. അവൾ ഒരു സ്ത്രീയാണെന്നറിയാം. തൻ്റെ കരുത്ത് മുഴുവൻ പ്രകടിപ്പിക്കത്തക്ക വിധം ശക്തിയായ ഒരിരയെ തേടി അവൾ നൂറ്റാണ്ടുകളായിട്ട് അലയുകയാണെന്നും അറിയാം. നൂറ്റാണ്ടുകളോ? ആനന്ദ് ആശ്ചര്യപ്പെട്ടു. അങ്ങനെ വേണം കരുതാൻ. ഓരോ കാലത്തും അവൾക്ക് ആരെയൊക്കെയോ കിട്ടി. പക്ഷേ അവളുടെ കരുത്തിനും പകയ്ക്കുമൊപ്പം നിലനിൽക്കാൻ കഴിവുള്ള ഒരൊറ്റ ശരീരം പോലും അവൾക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ പണ്ടേ തന്നെ അവൾ സംഹാരം തുടങ്ങുമായിരുന്നു. അവസാനം ഏതോ പടുവൃദ്ധയുടെ ഉടലിൽ കുടുങ്ങി ശക്തിസിദ്ധികൾ ക്ഷയിച്ചു തുടങ്ങിയപ്പോഴാണ് അഞ്ജലി അവളുടെ കണ്ണിൽ പെടുന്നത്. വൃദ്ധയെ ആത്മാഹൂതിക്കിരയാക്കിക്കൊണ്ട് അവൾ അഞ്ജലിയെ അഭയം പ്രാപിച്ചു. വാസ്തവത്തിൽ അങ്ങ് പറയുന്ന അവളുടെ ലക്ഷ്യം സംഹാരമാണോ? ആയിരുന്നില്ല. തനിയെ ചിന്തിക്കാനും പ്രവർത്തന സാധ്യതകൾ മനസ്സിലാക്കാനുമുള്ള ശേഷി അവൾക്കുണ്ടായിരുന്നുമില്ല. അതിന് അവൾക്ക് മറ്റൊരു മനസ്സിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അഞ്ജലിയുടെ ചിന്തയും ബുദ്ധിയും അറിവും കടം കൊണ്ടിട്ട് അത് പ്രാവർത്തികമാക്കാൻ അവൾ ശ്രമിച്ചു പോരുന്നത്. 4 നൂറ്റാണ്ടിന് മുമ്പത്തെ ഒരു പെൺകുട്ടിയുടെ ബുദ്ധിയും അറിവും മാത്രമേ അവൾക്കുള്ളൂ. സംഹാരം അവളുടെ ലക്ഷ്യമല്ലതാനും. കോവിലകം മുച്ചൂടും നശിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ഉന്നം. അവൾ ആരെന്നതിനെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ആനന്ദ് ചോദിച്ചു. തലമുറ തലമുറകളായി ഒരു കഥ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. കെട്ടുകഥയോ സംഭവിച്ചതോ എന്ന് നിശ്ചയമില്ല. ഒരു പക്ഷേ അവളെ ചുറ്റിപ്പറ്റി ഏതെങ്കിലും ഭാവനാശാലി അങ്ങനെയൊരു കഥ മെനഞ്ഞെടുത്തതുമാവാം. എന്താണ് കഥ? എൻ്റെ പിതാമഹർ നാടുവാഴി പ്രഭുക്കളായിരുന്ന കാലത്ത് സംഭവിച്ചുവെന്നാണ് ഊഹം. തകർന്നടിഞ്ഞു പോയ ആ പഴയ ഗ്രാമമായിരുന്നു അന്നത്തെ അധിവാസ കേന്ദ്രം. ഐശ്വര്യ സമൃദ്ധിയുടെ കേദാരം. ഭൂമിയും സ്വത്തും ഫലങ്ങളും എല്ലാം അന്ന് നാടുവാഴികളുടേതായിരുന്നല്ലോ. സ്ത്രീകൾ പോലും. അലങ്കാരത്തിനൊരു ഭാര്യ, കാമോത്സവത്തിന് വെപ്പാട്ടികൾ, ഏതോ ഒരു പെൺകുട്ടി, അതിസുന്ദരി, കാര്യവിചാരക്കാരൻ്റെ മകൾ. അവളെ ചുറ്റിപ്പറ്റി ഒരു പ്രേമകഥ. ആരെയോ മോഹിച്ച് മോഹസാഫല്യത്തിന് കാത്തിരിക്കുന്ന പെണ്ണു. നാടുവാഴി തമ്പുരാന് അവളിലൊരു കണ്ണുണ്ടായിരുന്നത്രേ. പ്രലോഭനങ്ങൾക്കോ വിലപേശലുകൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാതിരുന്ന അവൾ ഒരു രാത്രിയിൽ കോവിലകത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടു. പിന്നെ അർദ്ധരാത്രിയിൽ ശാപവചനങ്ങൾ വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു തീപ്പന്തം കണക്കെ അവൾ തെരുവിലൂടെ ഓടുന്നതാണ് ഞെട്ടിയുണർന്ന ഗ്രാമവാസികൾ കണ്ടത്. നാളികേരമുടച്ചും കുങ്കുമം വിതറിയും ഗ്രാമവാസികൾ ദുർഗയെ പൂജിക്കുമായിരുന്ന ആൽച്ചുവട്ടിലെ അടയാളക്കല്ലിനു മീതെ അവൾ ഉരുകിക്കരിഞ്ഞ് വീണു. പിന്നെയും രാത്രികൾ വന്നു. ഗ്രാമവാസികൾ രഹസ്യമായി അവളുടെ ശാപവാക്കുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു പക്ഷേ അത് അവളുടെ തന്നെ ആയിരിക്കണമെന്നുമില്ല. ആ ക്രൂരതയ്ക്കെതിരെ ഒരു നാടിൻ്റെ മുഴുവൻ ഹൃദയത്തിലുയർന്ന അമർഷമാകാനും മതി. കോവിലകത്തെ അവൾ ശപിച്ചിട്ടുണ്ടെന്നും വരും തലമുറകൾ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമെന്നുമായിരുന്നു അവരുടെ വിശ്വാസം. ചില രാത്രികളിൽ കത്തുന്ന പന്തം കണക്കെ ഒരു സ്ത്രീരൂപം അടയാളക്കല്ലിന് നേർക്ക് ഓടിപ്പോകുന്നത് ചിലർ കണ്ടതായുള്ള വാർത്തകളും പ്രചരിക്കാൻ തുടങ്ങി. കാലം പിന്നെയും കഴിഞ്ഞു. കുറ്റബോധം കൊണ്ടെന്ന പോലെ കോവിലകം ദുർവിധിയിലേക്ക് തലവെച്ചു കൊടുത്തു. ഓരോ തലമുറയിലും വിശദീകരിക്കാനാവാത്ത ദുർമരണങ്ങളും ഛിദ്രങ്ങളുമുണ്ടായി. കോവിലകം കാലക്രമേണ ക്ഷയിച്ചു. ഐശ്വര്യസമൃദ്ധികൾ തീരെയില്ലാതായി. കോവിലകം മാത്രമല്ല, ഗ്രാമവും നാശോന്മുഖമായി. തുടർച്ചയായ അതിവൃഷ്ടിക്ക് ശേഷം തുടർച്ചയായ വരൾച്ച. ഒടുവിൽ ഗ്രാമം ഉപേക്ഷിച്ച് ജനങ്ങളും നാടുവാഴികളും യാത്രയായി. കോവിലകത്തെ തമ്പുരാക്കന്മാരെ പിന്തുടർന്ന് ശാപവും എത്തിയെന്നാണ് വിശ്വാസം. ആ ശാപം മാത്രമായിരുന്നോ?
അതോ പ്രതികാരദാഹിയായ പ്രേതാത്മാവോ? അവളുടെ മനഃശക്തിയോ? തീർച്ചയില്ല. എന്തായാലും അത് അവളാണ്. തെക്കും കോവിലകത്തോടുള്ള ഒടുങ്ങാത്ത പ്രതികാരദാഹവുമായി അവൾ പല പെൺകുട്ടികളുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. എങ്കിലും ഒരു സ്ത്രീയുടെയും മനസ്സിൽ കയറിപ്പറ്റാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അഞ്ജലിയിലൂടെ അതും സാധ്യമായി. ഇന്ന് സർവശക്തയാണവൾ. ആർക്കും തകർക്കാനാവാത്തത്ര ശക്ത. മഹാദേവൻ കിതയ്ക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങ് അവളെ ഭയന്നിട്ടാണോ ഗ്രാമം ഉപേക്ഷിച്ചു പോന്നതും പേരും വിലാസവും മാറ്റി ഈ കാട്ടിനടുത്ത് വന്ന് താമസിക്കുന്നതും? ആനന്ദ് മടിച്ചാണെങ്കിലും ചോദിച്ചു. ജീവനിൽ കൊതിയില്ലാത്തവര് ആരാ? അവളെ നേരിടാനോ തോൽപ്പിക്കാനോ ഞാൻ ശക്തനല്ല. തെക്കും കോവിലകത്ത് ശേഷിച്ചിരിക്കുന്ന ഒരേയൊരു പുരുഷൻ ഞാൻ മാത്രമാണ്. ബാക്കി എല്ലാവരെയും അവൾ കൊന്നൊടുക്കി. സ്ത്രീകളെ അവൾ ഒന്നും ചെയ്യുകയില്ലാത്തതിനാൽ എൻ്റെ പെൺമക്കൾ സുരക്ഷിതരായിരിക്കും. എന്നാലും എന്നെ കൂടി കൊന്ന് തെക്കും കോവിലകത്തിന്റെ ചരിത്രം മണ്ണിനടിയിലാക്കുന്നിടത്തോളം തൃപ്തി അവൾക്ക് വേറെ കിട്ടാനില്ല. എന്നെ അവൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇപ്പോഴവൾ ശരിക്കും ആനന്ദിക്കുന്നുണ്ടായിരിക്കും. ഉള്ളിൽ അട്ടഹസിക്കുന്നുണ്ടായിരിക്കും. വിധി അലംഘനീയമാണല്ലോ. അവളിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങയ്ക്ക് ഒരു വഴിയുമില്ലേ? ആനന്ദ് ഉദ്വേഗത്തോടെ ആരാഞ്ഞു. ഉണ്ട്, ഒരേയൊരു വഴി, ആത്മാഹുതി. നമ്പ്യാരുടെയും ആനന്ദിന്റെ മുഖത്ത് നിരാശ പടർന്നു. അപ്പോൾ ഉദയകുമാർ എന്ന് വധിക്കപ്പെടും. അങ്ങയ്ക്ക് ഒന്നും ചെയ്യാനില്ലേ? ആനന്ദ് പരവശനായി. മഹാദേവൻ നിഷേധാർത്ഥത്തിൽ 4-5 തവണ തലയാട്ടി. അയാളുടെ കണ്ണുകളിൽ നിരാശയും വേദനയും പടർന്നു. തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കും? അയാൾ വിലപിച്ചു. ഹോട്ടൽ മെട്രോയുടെ മുമ്പിൽ ഉദയകുമാറിന്റെ ജീപ്പ് കുതിച്ചെത്തി. പട്രോൾ ജീപ്പ് ഗേറ്റിൽ കാത്തു കിടപ്പുണ്ട്. ഉദയകുമാർ ചാടിയിറങ്ങി. എവിടെ അവൾ? കാറിൽ നിന്നും ഇറങ്ങി ഹോട്ടലിലേക്ക് കയറി. ഇപ്പോൾ കയറിയതേ ഉള്ളൂ. ഉദയകുമാറിന്റെ സഹപ്രവർത്തകരും ഇറങ്ങി. ആയുധം കയ്യിലേന്തിക്കൊണ്ട് ഉദയകുമാർ മുമ്പേ കുതിച്ചു. റിസപ്ഷനിൽ ചെന്നപ്പോൾ കോറിഡോറിന്റെ അങ്ങേയറ്റത്ത് അഞ്ജലി ലിഫ്റ്റിലേക്ക് കയറുന്നതും അഴിവാതിലടയുന്നതും മിന്നായം പോലെ കണ്ടു. വാ! ഉദയകുമാർ ലിഫ്റ്റിന് നേർക്ക് ഓടി. അത് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്നു. വേഗം! ഉദയകുമാർ സ്റ്റെയർകേസ് ഓടിക്കയറാൻ തുടങ്ങി. ഒന്നിടവിട്ട് അയാൾ കുതിച്ചു. അടുത്ത നിലയിലെത്തിയപ്പോഴേക്കും ലിഫ്റ്റ് അതിനടുത്ത നിലയിലെത്തിയിരുന്നു. ഇടയ്ക്ക് അയാൾ വാച്ചിൽ നോക്കി. സമയം 6:26. അസ്തമയത്തിന് ഇനി 13 മിനിറ്റ് മാത്രം. ലിഫ്റ്റ് ഉയർന്നുകൊണ്ടേയിരിക്കെയാണ്. ഉദയകുമാർ പടികൾ ചാടിക്കയറുന്നതിന് വേഗത കൂട്ടി. 11-ാം നിലയിലെത്തിയപ്പോഴേക്കും അയാൾ കിതച്ചു കുഴഞ്ഞു വീഴുമെന്നായി. 11-ാമത്തെ നിലയിൽ വാതിൽ തുറന്ന നിലയിൽ ലിഫ്റ്റ് നിശ്ചലം കിടക്കുന്നത് കണ്ടു. അതിനുള്ളിൽ ആരുമില്ല. ആരുടെയും ഒച്ചയോ അനക്കമോ കേൾക്കാനില്ല. തന്റെ സഹപ്രവർത്തകരെവിടെ? കാണാനില്ല. വിജനവും ഇരുണ്ടതുമായ കോറിഡോറിലൂടെ ഉദയകുമാർ ജാഗ്രതയോടെ നീങ്ങി. മൈലുകളോളം നീളുന്ന തുരങ്കമാണതെന്ന് അയാൾക്ക് തോന്നി. ഒരൊറ്റ മനുഷ്യരില്ല. എങ്ങും ഭയാനകമായ നിശബ്ദതയും. ഷൂസിന്റെ ഒച്ചയേക്കാൾ സ്വന്തം ഹൃദയമിടിപ്പ് അയാൾക്ക് കേൾക്കാമായിരുന്നു. പൊടുന്നനെ കോറിഡോർ അവസാനിച്ചു. ഹോട്ടലിന്റെ ടെറസാണ് മുമ്പിൽ. വിശാലമായ കോൺക്രീറ്റ് പരപ്പ്. ചക്രവാളത്തിൽ പാതിമറഞ്ഞ് ചുട്ടുപഴുത്ത സൂര്യത്തെളികയെ അയാൾ നോക്കി. അസ്തമിക്കുകയാണല്ലോ. അയാൾ വീണ്ടും വാച്ചിൽ നോക്കി. 6:26 തന്നെ. വാച്ച് നിന്നിരിക്കുന്നു. അങ്ങകലെ കളക്ട്രേറ്റ് ടവറിലെ നാഴികമണിയിലേക്ക് അയാളുടെ നോട്ടം നീണ്ടു. 6:40. അടിവയറ്റിൽ നിന്നും ഭീതിയുടെ ഒരു തീഗോളം ഇരമ്പിപ്പൊങ്ങി നെഞ്ചിനെ കിടിലം കൊള്ളിച്ച് തലച്ചോറിലേക്ക് പോയി. അസ്തമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ത്രീരൂപം ടെറസിന്റെ പാരപ്പറ്റിൽ പിടിച്ച് മങ്ങിയിരുളുന്ന ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുന്നത് അയാൾ ഉൾക്കിടിലത്തോടെ കണ്ടു. അഞ്ജലിയല്ലേ അത്? തന്നെ സഹായിക്കാനെത്തിയ അംഗരക്ഷകർ എവിടെ? അയാൾ ചുറ്റുപാടും നോക്കി. ആരുമില്ല. ചുവന്ന് കലങ്ങിയ മേഘങ്ങൾ ചിതറിയ പശ്ചിമാംബരത്തിന്റെ പശ്ചാത്തലത്തിൽ അഞ്ജലിയുടെ രൂപം വളർന്നുയരുന്നതായി അയാൾക്ക് തോന്നി. അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. കത്തിക്കാളുന്ന കണ്ണുകളും രുധിരം നുണയാൻ വെമ്പുന്ന അരുണാധരങ്ങളും. അവൾ ശിരസ് മെല്ലെ അനക്കി. കണ്ണുകൾ കൊണ്ട് സൗമ്യമായി അരികത്തേക്ക് ക്ഷണിച്ചു. വാ, മരണമാണ് ഞാൻ. നിന്റെ പെറ്റമ്മയും പോറ്റമ്മയും നിന്റെ മോക്ഷദാതാവും.
ഉദയകുമാർ ഇരട്ടക്കുഴൽ റൈഫിൾ ഉയർത്തി. ആകാശത്തെ നടുക്കിക്കൊണ്ട് തുടരെ തുടരെ വെടിയൊച്ചകൾ ഉയർന്നു. അഞ്ജലി ഉദയകുമാറിന്റെ നേർക്ക് പതർച്ചയൊന്നുമില്ലാതെ നീങ്ങിക്കൊണ്ടിരുന്നു. പുക വമിക്കുന്ന റൈഫിൾ താഴെയിട്ടിട്ട് ഉദയകുമാർ റിവോൾവർ എടുത്തു. അതിലെ വെടിയുണ്ടകൾ തീരും വരെ അവളുടെ നേർക്ക് നിറയൊഴിച്ചു. ഉയരെ ആകാശത്തുകൂടി ചേക്കേറാൻ പോയിക്കൊണ്ടിരുന്ന പക്ഷികൾ നടുങ്ങി പറക്കലിന് വേഗത കൂട്ടി. അഞ്ജലി മുന്നോട്ടു തന്നെ നീങ്ങി. ഉദയകുമാർ ഒരിക്കൽ കൂടി പിന്തിരിഞ്ഞു നോക്കി. എവിടെ തന്റെ സംഘാംഗങ്ങൾ? തന്നെ രക്ഷിക്കേണ്ടവർ ആരുമില്ല. ഒരു ശിശുവിന്റെ നിസ്സഹായതയോടെ അയാൾ അവളെ നോക്കി നിന്നു. അഞ്ജലി തൊട്ടടുത്തെത്തിയിരുന്നു. അവൾ ആശ്ലേഷിക്കാൻ എന്ന പോലെ ഇരുകൈയും മുന്നോട്ട് നീട്ടി. തണുത്ത വിരലുകൾ അയാളുടെ നെറ്റിയിലൂടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. കഴുത്തിൽ ഉരുക്ക് കമ്പികൾ പോലെ ചുറ്റി. അഞ്ജലി അയാളെ മെല്ലെ മേലോട്ടുയർത്തി പടിഞ്ഞാറ് ദിക്കിലേക്ക് ചുഴറ്റി എറിഞ്ഞു. ഉദയകുമാറിന്റെ ശരീരം വായുവിൽ പറന്നുയർന്നു. അയാൾ കൈകാലുകൾ വിരിച്ചു പിടിച്ച് പ്രാണപരാക്രമത്തോടെ വായുവിൽ ചുരമാന്തുന്നുണ്ടായിരുന്നു. പിന്നെ അത് ചിറകറ്റ പക്ഷിയെപ്പോലെ മലക്കം മറിഞ്ഞും തിരിഞ്ഞും താഴേക്ക് പറന്നു. 120 അടി താഴേക്ക്. സേതുമാധവനും സംഘവും ടെറസിലെത്തി. തൊട്ടു താഴത്തെ നിലയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് ടെറസിൽ നിന്ന് തുടരെ തുടരെ വെടിയൊച്ച കേട്ടത്. മുകളിലെത്തി നോക്കിയപ്പോൾ ആരുമില്ല. ടെറസ് ശൂന്യം. ഉദയകുമാറിന്റെ തോക്ക് മാത്രം ടെറസിൽ വീണ് കിടന്നിരുന്നു. സേതുമാധവൻ പാരപ്പറ്റിനടുത്തേക്ക് നീങ്ങി. ഹോട്ടലിന്റെ വിശാലമായ അങ്കണത്തിൽ ആളുകൾ ഓടിക്കൂടുന്നത് കാണാമായിരുന്നു. അവർക്ക് നടുവിൽ തറയിൽ ഒരു ശരീരം ചിന്നിച്ചിതറി കിടക്കുന്നതും. മഹാദേവൻ കണ്ണുകൾ തുറന്ന് രണ്ടുപേരെയും മാറി മാറി നോക്കി. അപ്പോൾ അത് കഴിഞ്ഞു. കരുണാകരൻ നമ്പ്യാരുടെയും ആനന്ദിന്റെയും മുഖം താണു. ഉദയകുമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു. കുറെ നാളുകളായി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമർത്ഥനായ പോലീസ് ഓഫീസർ. ഇനി എന്ത് എന്ന അർത്ഥത്തിൽ അവർ രണ്ടുപേരും മഹാദേവനെ നോക്കി. അഞ്ജലിയുടെ കണ്ണുകൾ എല്ലാ ദിക്കിലേക്കും ഉഴറി. എവിടെ ആനന്ദ്? എവിടെ കരുണാകരൻ നമ്പ്യാർ? കാണാനില്ല. വനപ്രദേശത്തിന് ചുറ്റും കണ്ണുകൾ ജാഗ്രതയോടെ നോക്കി. ഇരുട്ട് മാത്രമേയുള്ളൂ. മഹാദേവൻ ഇനിയും പുറത്തിറങ്ങിയിട്ടില്ല. അവരും അവിടെയാവണം. വരട്ടെ, അവർക്ക് പുറത്തിറങ്ങാതെ പറ്റില്ലല്ലോ. ഇനി വേണമെങ്കിലൊന്ന് വിശ്രമിക്കാം. നിലവറയുടെ മേൽത്തട്ടിൽ തലമുട്ടാതിരിക്കാൻ ആനന്ദിനെ ശിരസൽപ്പം കുനിച്ച് നിൽക്കേണ്ടി വന്നു. ധൂമം നിറഞ്ഞ അറയിൽ മഹാദേവന്റെ അസ്പഷ്ടമായ പിറുപിറുക്കലുകൾ, മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാം. ധൂമപടലങ്ങൾക്കപ്പുറത്ത് കരുണാകരൻ നമ്പ്യാർ ഒരു നിഴൽ പോലെ നിൽക്കുന്നത് കാണാനുണ്ട്. മഹാദേവൻ പുകയ്ക്കുള്ളിൽ ചിലപ്പോൾ അപ്രത്യക്ഷനാവുകയും ചിലപ്പോൾ തെളിയുകയും ചെയ്തുകൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ കഴിഞ്ഞുവെന്നറിയില്ല. മഹാദേവൻ ഒരിരുണ്ട നിഴൽ പോലെ അവരുടെ മുന്നിലേക്ക് വന്നു. വിയർപ്പുകൊണ്ട് അയാളുടെ ദേഹം തിളങ്ങി. മുമ്പ് കണ്ട വയോധികനും നിസ്സഹായനുമായ വൃദ്ധനല്ല ഇത്. ദേഹത്തിന് നല്ല കരുത്ത് തോന്നിച്ചു. മുഖം ഓജസ്സുകൊണ്ട് ജ്വലിച്ചു. കണ്ണുകൾ പ്രസാദിച്ച ദേവീ വിഗ്രഹത്തിൻ്റേതുപോലെ ചൈതന്യപൂരിതം. മഹാദേവൻ രക്ഷാചരടുകൾ എടുത്ത് നമ്പ്യാരുടെയും ആനന്ദിന്റെയും അരയിൽ ജപിച്ചു കെട്ടി. അവർ നിലവറയിൽ നിന്നും പുറത്തു വന്നു. വേഗം പോകാൻ തയ്യാറായിക്കോളൂ, മഹാദേവൻ പറഞ്ഞു. എന്നിട്ടും നമ്പ്യാരും ആനന്ദും ശങ്കിച്ചു നിന്നു. കാർത്തികേ, പാർവതി, പോകാനൊരുങ്ങിയില്ലേ? പെൺമക്കൾ രണ്ടുപേരും പോകാനൊരുങ്ങിയ വേഷത്തിൽ കോലായിലേക്ക് ഇറങ്ങി. അവരുടെ കൈവശം ഓരോ പെട്ടികളുമുണ്ടായിരുന്നു. മഹാദേവൻ പെട്ടെന്നിറങ്ങി എവിടേക്കോ പോയി. 1/4 മണിക്കൂറിനകം തിരിച്ചെത്തുകയും ചെയ്തു. ഈ വീടും ഭൂമിയും നോക്കാൻ ഏർപ്പാടാക്കുകയായിരുന്നു. എനിക്ക് ഇവിടൊരു തുണയുള്ളതാ ഗോവിന്ദൻ. പിന്നീടെന്നെങ്കിലും ഇത് വിൽക്കുമ്പോൾ ആനന്ദ് വന്ന് പണം വാങ്ങി എൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചാൽ മതി. അത്രയും പറഞ്ഞിട്ട് മഹാദേവനും വേഗം യാത്രയ്ക്കൊരുങ്ങി. അയാൾ അടുത്തേക്ക് വന്ന് നമ്പ്യാരുടെ കൈപിടിച്ച് പറഞ്ഞു, എൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരച്ഛൻ മറ്റൊരു അച്ഛനാണല്ലോ കൈമാറുന്നത് എന്ന സമാധാനത്തോടെ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ നോക്കുന്നുവോ അങ്ങനെയായിരിക്കണം എൻ്റെ മക്കളെ നോക്കേണ്ടത്. നിങ്ങളുടെ മകളുടെ ഭാവിയുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള അതേ വേദന തന്നെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്കും ഉണ്ടാവുമെന്ന് കരുതുക. അവരെ വേളി കഴിപ്പിച്ച് അവരുടെ ജീവിതം ഭദ്രമാക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. പണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. പണം എൻ്റെ മക്കളുടെ പേരിൽ തന്നെ വേണ്ടുവോളമുണ്ട്. ഗ്രാമത്തിലെ സ്വത്തുക്കൾ ഇനിയും ബാക്കിയാണ്. അത് ഏറ്റെടുത്ത് നടത്താൻ ആരുമില്ലാത്ത നിലയ്ക്ക്
വിൽക്കാൻ ഏർപ്പാടാക്കണം. അതിനുവേണ്ടി കൂടിയാണ് ഞാനിപ്പോൾ ഗ്രാമത്തിലേക്ക് പുറപ്പെടുന്നത്. നാളെ സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കും. മഹാദേവൻ പറഞ്ഞു നിർത്തി. നമ്പ്യാരുടെ മുഖം എന്നിട്ടും തെളിഞ്ഞില്ല. അയാളുടെ മനസ്സ് തൊട്ടറിഞ്ഞതുപോലെ മഹാദേവൻ തുടർന്നു. എനിക്കറിയാം, നാളെ നിങ്ങളുടെ ഊഴമാണ്. ഇന്ന് ആ പോലീസ് ഓഫീസറായിരുന്നല്ലോ. ആ കഥ അവൾ ഭംഗിയായി തീർത്തു. നാളെ എല്ലാം ഭഗവാനിൽ അർപ്പിക്ക. നമ്പ്യാർ തലയാട്ടി. വീടടച്ച ശേഷം 5 പേരും ഇറങ്ങി. ഊടുവഴിയാണ്, പാമ്പും കല്ലും മുള്ളും സൂക്ഷിക്കണം, മഹാദേവൻ പറഞ്ഞു. ടോർച്ച് തെളിച്ചുകൊണ്ടാണ് അവർ നീങ്ങിയത്. മഹാദേവന്റെ കയ്യിൽ ഒരു എണ്ണപ്പന്തമുണ്ട്. അവൾ ഇത് കാണുന്നുണ്ട്, മഹാദേവൻ പറഞ്ഞു. നമ്മുടെ ഈ യാത്ര, പക്ഷേ അവൾക്കറിയാൻ വയ്യ നമ്മൾ എന്തു ചെയ്യാൻ പോവുകയാണെന്ന്. ഒരമ്പരപ്പും കാണും അവൾക്ക്. ആരും ഒന്നും മിണ്ടിയില്ല. ഇരുട്ടിൽ നിന്ന് രൂപങ്ങൾ ഒന്നൊന്നായി പ്രത്യക്ഷപ്പെടുന്നത് അഞ്ജലി കൗതുകത്തോടെ നോക്കി. മുന്നിൽ മഹാദേവൻ, തൊട്ടുപുറകിൽ നമ്പ്യാർ, പിന്നെ ആനന്ദ്. ഏറ്റവും പുറകിൽ മഹാദേവന്റെ 2 പെൺമക്കളും. വിശ്രമിക്കുന്ന വന്യമൃഗത്തിന്റെ ശാന്തതയോടെ അവൾ വീണ്ടും വീണ്ടും നോക്കി. ഒളിച്ചോടുകയാണോ? അത്രയ്ക്ക് വിഡ്ഢിയാണോ മഹാദേവൻ? വൃദ്ധനായിരിക്കുന്നു. പ്രായമേറുമ്പോൾ മൗഢ്യവും ഏറും. ബാലിശമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണുക തന്നെ. വേണമെങ്കിൽ ഒന്ന് നുള്ളി നോവിക്കുകയും ആവാം. മുന്നിൽ വഴി മുടക്കിക്കൊണ്ട് ഒരു മരം വീണ് കിടക്കുന്നു. എങ്ങനെ കടന്നു പോകുമെന്നറിയാതെ നമ്പ്യാരും ആനന്ദും അന്തം വിട്ടു. വമ്പനൊരു മരം. വാ, ഒഴിവുണ്ടാക്കാം, മഹാദേവൻ പറഞ്ഞു. ശിഖരങ്ങൾക്കിടയിലൂടെ അയാൾ അവരെ മുന്നോട്ട് നടത്തി. വല്ല വിധേനയും മറുപുറം കടന്നു. ഒരിടത്ത് കയ്യാല ഇടിഞ്ഞു വീണ് തടസ്സമുണ്ടാക്കിയിരിക്കുന്നതും കണ്ടു. ചെറുപ്പക്കാർക്കു കൂടി കയറാൻ പ്രയാസമുള്ള ആ ഭാഗത്തുകൂടി മഹാദേവൻ മറ്റുള്ളവരെ കൈപിടിച്ച് തൂക്കിക്കടത്തുകയായിരുന്നു. റോഡിലെത്തിയതും ആരോ ഊതിക്കെടുത്തിയതുപോലെ മഹാദേവന്റെ കയ്യിലിരുന്ന പന്തം അണഞ്ഞു. ആനന്ദ് ടോർച്ചിന്റെ സ്വിച്ച് ഞെക്കിപ്പിടിച്ചു. ഇല്ല, തെളിയുന്നില്ല. അയാൾ ടോർച്ച് കുലുക്കിയും കുടഞ്ഞും നോക്കി. രക്ഷയില്ല. കുറ്റാക്കുറ്റിരുട്ട്. മഹാദേവൻ 2 മിനിറ്റിനു ശേഷം തന്റെ പന്തം കൊളുത്തി. വാ, അവളുടെ കുസൃതിയ കണക്കാക്കണ്ട. ടോർച്ച് തെളിച്ച് സംഘം പിന്നെയും നീങ്ങി. ഏറ്റവും അടുത്ത ടൗണിലെത്തിയപ്പോഴേക്കും അർദ്ധരാത്രിയായി. നമ്പ്യാർ അവിടെ അന്വേഷിച്ച് നടന്ന് ഒരു ടാക്സി ജീപ്പ് സംഘടിപ്പിച്ചു. പിന്നെ ജീപ്പിലായി യാത്ര. നഗരത്തിലെത്തിയ ശേഷം അവർ ബസ് സ്റ്റേഷനിലേക്ക് പോയി. കാർത്തികയെയും പാർവതിയെയും നമ്പ്യാരെ ഏൽപ്പിച്ചിട്ട് മഹാദേവൻ പറഞ്ഞു, മക്കളെ, ഇനി ഇദ്ദേഹമാണ് നിങ്ങളുടെ അച്ഛൻ. അച്ഛനെങ്ങോട്ടാ ഞങ്ങളെ വിട്ടുകൊടുത്തിട്ട്? പാർവതി കണ്ണുകളൊപ്പി. ഞാനെവിടെ പോകാൻ? നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നും. അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കാറുള്ളതല്ലല്ലോ മോളെ. എല്ലാം ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതല്ലേ. നമുക്കെല്ലാവർക്കും വിധി എന്നൊന്നുണ്ടല്ലോ. വിധിയെ ഞാൻ കുറെ കാലം തടഞ്ഞു നിർത്തി. അവസാനം ഇത് സാധ്യമല്ലെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോ ഞാൻ വലിയൊരു ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു പക്ഷേ സ്വയം രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. എനിക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ. മഹാദേവൻ നമ്പ്യാരെ നോക്കി. ഇനി ഇവർ നിങ്ങളുടെ മക്കളാണ്. നമ്പ്യാർക്കും ആനന്ദിനും പോകേണ്ട ബസ് സ്റ്റാൻഡിൽ പിടിച്ചിരുന്നു. കാർത്തികയെയും പാർവതിയെയും കൂട്ടി അവർ ബസ്സിൽ കയറി. മഹാദേവൻ അവരുടെ നേർക്ക് കൈയുയർത്തി. പിന്നെ കാത്തുകിടക്കുന്ന ടാക്സി ജീപ്പിനടുത്തേക്ക് നടന്നു. അധ്യായം 36. കരുണാകരൻ നമ്പ്യാരും ആനന്ദും വലിയമംഗലത്തെത്തിയപ്പോൾ രാവിലെ 11 മണി കഴിഞ്ഞിരുന്നു. പോലീസ് ജീപ്പുകൾ മുറ്റത്ത് കിടക്കുന്നത് ഗേറ്റ് കടക്കുമ്പോഴേ കണ്ടു. ഉദയകുമാർ കൊല്ലപ്പെട്ടതിന്റെ പ്രതികരണമായിരിക്കും. ആനന്ദ് പിറുപിറുത്തു. അവർ വീട്ടിനുള്ളിൽ കടന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചുകൊണ്ട് സോഫയിലും കസേരയിലുമൊക്കെ ഇരിക്കുന്നത് കണ്ടു. രഞ്ജിത്തും സുമതിക്കുട്ടിയമ്മയും പ്രസീതയും കോണിപ്പടിയുടെ ചുവട്ടിൽ കണ്ണീരോടെ നിൽപ്പുണ്ട്. നമ്പ്യാർ എല്ലാവരെയും മാറി മാറി നോക്കി. സുമതിക്കുട്ടിയമ്മയും മറ്റും നമ്പ്യാർക്കടുത്തേക്ക് ഓടി വന്നു. അവർ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അയാളെ അണച്ചു പിടിച്ചു. എന്താ ഇവിടെ പ്രശ്നം? നമ്പ്യാർ ആരോടൊന്നില്ലാതെ ചോദിച്ചു. സേതുമാധവൻ എഴുന്നേറ്റ് നമ്പ്യാരുടെ അടുത്ത് വന്നു. നിങ്ങളുടെ മകൾ അഞ്ജലി DIG ഉദയകുമാറിനെ കൊലപ്പെടുത്തി. പ്രതീക്ഷിച്ച ഉത്തരമായിട്ട് കൂടി നമ്പ്യാരുടെ മുഖം വിവർണമായി. എങ്ങനെ? ഹോട്ടൽ മെട്രോയുടെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊന്നു എന്ന് പറയുന്നതിൽ കഴമ്പില്ല. സംഭവത്തിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ഒരു പത്രപ്രതിനിധി പറഞ്ഞു.
ഹോട്ടലിൽ നിന്നും 33 അടി അകലെയാണ് മൃതദേഹം കിടന്നത്. ഒരാന തുമ്പിക്കൈയിൽ വലിച്ചെറിഞ്ഞാലല്ലാതെ ഒരു മനുഷ്യ ശരീരം ഇത്രയും അകലെ ചെന്ന് വീഴുകയില്ല. ഒരാളല്ല 10 പേർ ഒന്നിച്ച് ശ്രമിച്ചാലും. അത് ശ്രദ്ധിക്കാതെ സേതുമാധവൻ പറഞ്ഞു. ഞങ്ങൾ അഞ്ജലിയെ അറസ്റ്റ് ചെയ്യാനെത്തിയതാണ്. പക്ഷേ അവൾ കീഴടങ്ങാൻ കൂട്ടാക്കുന്നില്ല. അറസ്റ്റ് ചെയ്യാൻ അവളുടെ സമ്മതം വേണോ? നമ്പ്യാർ ചോദിച്ചു. അതല്ല പ്രശ്നം. അവൾ മുറിയുടെ വാതിലും ജനലും അടച്ചിട്ടിരിക്കുകയാണ്. തുറക്കാൻ കൂട്ടാക്കുന്നില്ല. ചവിട്ടി പൊളിക്കാനും മറ്റും ഞങ്ങൾ 15ഓളം പേർ 2 മണിക്കൂറായി ശ്രമിക്കുന്നു. പക്ഷേ വാതിലിന് അനക്കമില്ല. അതിനുള്ളിൽ അവൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നിശ്ചയമില്ല. കരുണാകരൻ നമ്പ്യാർ ഒന്നും മിണ്ടാതെ കോണിപ്പടിച്ചുവട്ടിലേക്ക് നീങ്ങി. സുമതിക്കുട്ടിയമ്മയും രഞ്ജിത്തും പ്രസീതയും അയാളോടൊപ്പമുള്ള 2 യുവതികളെ കണ്ട് അമ്പരന്നു. കരുണാകരൻ നമ്പ്യാർ 4-5 തവണ കൂടി വാതിലിൽ തട്ടി നോക്കി. ജനാലകൾ പോലും അകത്തുനിന്ന് ബന്ധിച്ചിരിക്കുകയാണ്. അകത്തുനിന്നൊരു പ്രതികരണവുമില്ല. അവൾ ആപത്ത് മണത്തറിഞ്ഞിരിക്കുന്നുവോ എന്ന് നമ്പ്യാർക്ക് സംശയമായി. പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുകളിലേക്ക് കയറി വന്നു. സേതുമാധവൻ നമ്പ്യാരെ സമീപിച്ച് പറഞ്ഞു. അഞ്ജലിക്കെതിരെ അറസ്റ്റ് വാറണ്ടുമായിട്ടാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതല്ലേ മുമ്പും എന്നോട് പറഞ്ഞത്? അതെ, ഞങ്ങൾക്ക് അവളെ അറസ്റ്റ് ചെയ്യണം. ചെയ്തോളൂ. അവൾ മുറിയടച്ച് അകത്തിരിക്കുകയാണ്. അല്പം ബലം പ്രയോഗിക്കുന്നതിൽ താങ്കൾക്ക് എതിർപ്പില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തുമാകാം. പക്ഷേ ഒരു കാര്യം, ഈ കോപ്പിരാട്ടി കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. മിസ്റ്റർ സേതുമാധവൻ അറിയാമല്ലോ സംഗതികളുടെ കിടപ്പ്. അഞ്ജലിയെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തീർച്ച. ഇക്കുറി നിങ്ങൾക്കവളെ ഈ വീട്ടിൽ നിന്നിറക്കിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് തന്നെ തോന്നുന്നില്ല. കരുണാകരൻ നമ്പ്യാർ പിറുപിറുത്തു. പോലീസ് ബലമായി അഞ്ജലിയുടെ വാതിൽ തുറക്കാനുള്ള ശ്രമം തുടർന്നു. ഒരു ജനാല തുറക്കാൻ പോലുമായില്ല. ആ ചില്ലുകൾ അടിച്ചു തകർക്ക്, SP കലിബോണ്ട് ആജ്ഞാപിച്ചു. താഴത്തെ നിലയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരപ്പെട്ടു. കോടാലി, ചുറ്റിക, കമ്പിപ്പാര മുതലായവ. കരുണാകരൻ നമ്പ്യാർ താഴേക്കിറങ്ങിപ്പോയി. മുകളിൽ വാതിലും ജനലും തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ബഹളം കേൾക്കാമായിരുന്നു. കുറെ കഴിഞ്ഞ് ക്ഷീണിതരായ മട്ടിൽ പോലീസ് താഴേക്കിറങ്ങി വന്നു. അഞ്ജലി എവിടെ? നമ്പ്യാർ സേതുമാധവനോട് ചോദിച്ചു. മുറി തുറക്കാൻ പറ്റിയില്ല ഇല്ലേ? സേതുമാധവൻ ഒന്നും മിണ്ടിയില്ല. വെറുതെ കുട്ടിക്കളിക്കൊന്നും പോകണ്ട. ഇന്ന് എന്റെ ജീവനെടുക്കാനിരിക്കെയാണവൾ. നാളെ ആനന്ദിന്റെ. ഉദയകുമാറിന് സംഭവിച്ചതെന്താണെന്നറിയാമല്ലോ. അതിനാൽ സാഹസം വേണ്ട. നമുക്കൊന്നും അവളെ തടയാനൊക്കില്ല. കരുണാകരൻ നമ്പ്യാർ നിസ്സംഗനായി പറഞ്ഞു. അഞ്ജലിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ DGPയുടെ നിർദ്ദേശമുണ്ട്. എന്നാൽ DGPയോട് വരാൻ പറയൂ സാർ. കരുണാകരൻ നമ്പ്യാർ ക്ഷുഭിതനായി. പോലീസ് ഉദ്യോഗസ്ഥർ ഹാളിൽ ചെന്നിരുന്ന് കൂടിയാലോചന തുടങ്ങി. ടെലഫോണിലൂടെ ഉന്നതാധികൃതരുമായി ബന്ധം പുലർത്തി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു വാൻ വന്നു. അതിൽ നിന്ന് വെൽഡിംഗ് ഉപകരണങ്ങളും മരമറക്കുന്ന തരം യന്ത്രോപകരണങ്ങളും 8-10 പേർ ചേർന്ന് ഇറക്കി മുകളിലേക്ക് ചുമന്നുകൊണ്ടുപോയി. പാറ തുരക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് പോലീസ് അഞ്ജലിയുടെ ഭിത്തി തുരക്കാൻ ശ്രമിച്ചു. അല്പം കോൺക്രീറ്റ് അടർന്നതല്ലാതെ ഫലമൊന്നുമുണ്ടായില്ല. തീപ്പൊരികൾ ചിതറിക്കൊണ്ടേയിരുന്നു. എന്നാൽ മറ്റു ഭിത്തികളിൽ നിഷ്പ്രയാസം അത് തുളഞ്ഞിറങ്ങി. യന്ത്ര ബ്ലേഡ് ഉപയോഗിച്ച് മരവാതിലും ജനാലകളും അറുത്തുമാറ്റാനുള്ള തീവ്ര പദ്ധതിയും പരാജയപ്പെട്ടു. യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് ആർക്കും സംശയമുണ്ടായിരുന്നില്ല. ഒരു പടുകൂറ്റൻ സൗധം അതേപടി പൊളിച്ചു മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും പോലീസ് പരാജയപ്പെട്ടു പിൻവാങ്ങി. അവസാന കൈ വാതിലിന്റെ പൂട്ട് ചെറിയ ഡൈനാമൈറ്റ് വെച്ച് തകർക്കുക എന്നതായിരുന്നു. 3 തവണ ഇത് പരീക്ഷിച്ചുവെങ്കിലും വലിയ സ്ഫോടന ശബ്ദമുണ്ടാവുകയും അലമാരയും മേശയും ജനവാതിലുകളും കുലുങ്ങുകയും ചെയ്തതല്ലാതെ വാതിലിന് ഒരു കേടുപാടും സംഭവിച്ചില്ല. 3ാമത്തെ ഡൈനമൈറ്റ് തറയിൽ ചെറിയൊരു കുഴിയുണ്ടാക്കിയിരുന്നു. പോലീസിന്റെ സന്നാഹങ്ങൾ പരാജയമടഞ്ഞതോടെ കരുണാകരൻ നമ്പ്യാർ അവരെ സമീപിച്ച് പറഞ്ഞു. ഇനിയെങ്കിലും അവളെ വെറുതെ വിടുക. ഇന്നൊരു ദിവസത്തേക്കെങ്കിലും. നാളെ ഒന്നുകിൽ അവൾ നിങ്ങൾക്ക് കീഴടങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ അവൾക്ക് കീഴടങ്ങും. സേതുമാധവൻ കരുണാകരൻ നമ്പ്യാരെ മുറിക്ക് വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ മിസ്റ്റർ നമ്പ്യാർ? ഇന്ന് മഹാദേവൻ വരും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയോടെ എല്ലാ കുഴപ്പങ്ങളും തീരും. ഇല്ലെങ്കിൽ വരാൻ പോകുന്നതെന്താണെന്ന് കാണാൻ നാളെ പുലർച്ചയ്ക്ക്
ഞാൻ ജീവനോടെ ഉണ്ടായിരിക്കുകയുമില്ല. നിങ്ങളുടെ മകൾ നിങ്ങളെ കൊല്ലുമെന്നാണോ? എന്തായാലും അവൾക്ക് സ്വന്തം അച്ഛന് നേർക്ക് എന്റെ മകൾ അഞ്ചുവല്ലല്ലോ അത് ചെയ്യുന്നത്. എന്റെ മോളെന്നേ മരിച്ചു കഴിഞ്ഞു കാണും. ഇത് ഒരു പിശാചിനെയാണ്. ഒന്നുകിൽ മഹാദേവൻ എന്റെ മോളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അല്ലെങ്കിൽ അവളുടെ കൈകൊണ്ട് ചാവും. മഹാദേവൻ എപ്പോൾ വരും? വരും, വൈകാതെ. സേതുമാധവൻ മറ്റ് പോലീസ് അധികൃതരുടെ അടുത്തേക്ക് പോയി അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംശയം. അഞ്ജലി മുറി തുറന്നില്ലെങ്കിൽ മഹാദേവന് അവളെ എന്തു ചെയ്യാൻ കഴിയും? വൈകുന്നേരം 4:30 മണിയോടെ മഹാദേവൻ എത്തി. എല്ലാവരും കാർ പോർച്ചിൽ മഹാദേവനെ കാണാനായി ചെന്നു. മഹാദേവൻ ആരെയും ശ്രദ്ധിച്ചില്ല, നമ്പ്യാരെ പോലും. കൂടെയുണ്ടായിരുന്ന സഹായികളോട് സാധനങ്ങളുമായി തന്റെ പിന്നാലെ വരാൻ ആജ്ഞാപിച്ചിട്ട് ചിരപരിചിതനെ പോലെ അയാൾ വീട്ടിനുള്ളിലേക്ക് കയറി. ചൈതന്യം കൊണ്ടും ഭാവം കൊണ്ടും ഗംഭീരനായി കാണപ്പെട്ട അയാൾക്ക് ആളുകൾ വഴിമാറിക്കൊടുത്തു. മഹാദേവൻ നേരെ പൂജാമുറിയിലേക്ക് പോയി. ടാക്സിക്കുള്ളിൽ നിന്നും എടുത്ത സാധന സാമഗ്രികളുമായി അയാളുടെ സഹായികൾ പിന്നാലെ ചെന്നു. എല്ലാം മുറിക്കുള്ളിൽ എത്തിച്ച ശേഷം മഹാദേവന്റെ തുണക്കാർ ടാക്സിയോടൊപ്പം മടങ്ങി. പൂജാമുറി അടഞ്ഞു. മുകളിലത്തെ നിലയിൽ നിന്ന് വലിയ ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. നമ്പ്യാർ വേഗം മുകളിലേക്ക് പോയി. സേതുമാധവനും ഏതാനും പോലീസുകാരും അയാളെ പിന്തുടർന്നു ചെന്നു. അഞ്ജലിയുടെ വാതിലിന് മുമ്പിൽ എത്തിയപ്പോൾ മനസ്സിലായി അകത്ത് എന്തൊക്കെയോ അടിച്ചു തകർക്കുകയാണെന്ന്. നമ്പ്യാർ അവളുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധ്യമായില്ല. അകത്ത് അടിച്ചു തകർക്കൽ തുടരുകയാണ്. നമ്പ്യാർ 4-5 ആവർത്തി മകളെ ഉറക്കെ വിളിച്ചു. അതിന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. 6 മണി ആയപ്പോൾ മഹാദേവൻ പൂജാമുറിയിൽ നിന്ന് പുറത്തു കടന്നു. വീടിനെ വലം വെച്ച് 3 ആവർത്തി നടന്നു. പിന്നെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. നമ്പ്യാർ മഹാദേവനെ ഉത്കണ്ഠയോടെ നോക്കി. അയാൾ പ്രാചീനനായ ഒരു മനുഷ്യനാണെന്ന് തോന്നുമായിരുന്നു. മഹാദേവൻ അഞ്ജലിയുടെ മുറിക്ക് മുമ്പിലെത്തി. അല്പനേരം ധ്യാനലീനനായി നിന്നു. അകത്തെ അടിച്ചു തകർക്കൽ ശബ്ദങ്ങൾ നിലച്ചിരുന്നു. മഹാദേവന്റെ ചുണ്ടുകൾ ഏതോ മന്ത്രണങ്ങളിൽ മെല്ലെ ചലിച്ചു. അയാൾ 3 തവണ വാതിലിൽ മുട്ടിവിളിച്ചു. പിന്നെ അഞ്ജലിയെ വാതിലിനപ്പുറത്ത് നേരിൽ കണ്ടിട്ടെന്ന പോലെ കയ്യാട്ടി വിളിച്ചു. വാ. മഹാദേവൻ തിരിഞ്ഞു നടന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. അഞ്ജലിയുടെ രൂപം പ്രത്യക്ഷമായി. ദീർഘകാലം മഞ്ഞിനടിയിൽ മരവിച്ചു കിടന്ന മൃതദേഹത്തിൻ്റെതുപോലെ രക്തശൂന്യവും ചൈതന്യരഹിതവുമായി കാണപ്പെട്ടു അവളുടെ മുഖം. അഞ്ജലിയുടെ മുറി കണ്ട് നമ്പ്യാരും പോലീസുകാരും ഭയവിഹ്വലരായി. തകർക്കപ്പെടാത്ത യാതൊരു സാധനവും അതിനുള്ളിൽ ശേഷിച്ചിരുന്നില്ല. മേശയും കസേരകളും അലമാരകളും ടീപ്പോയും ഡെസ്കും സ്റ്റൂളും കട്ടിലും ഉൾപ്പെടെ സകല സാധനങ്ങളും രാക്ഷസൻ കടിച്ചു തുപ്പിയതുപോലെ അവിടെ ചിതറിക്കിടന്നു. മഹാദേവൻ കോണിപ്പടി ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അഴിഞ്ഞുലഞ്ഞ് താറുമാറായ മുടി മാടിക്കെട്ടുക പോലും ചെയ്യാതെ അഞ്ജലി ഒരു മഞ്ഞു പാവയെപ്പോലെ അയാളെ പിന്തുടർന്നു. മഹാദേവൻ പൂജാമുറിയിലേക്ക് കടന്നു. അഞ്ജലി അതിന്റെ വാതിലിൽ ആരോ തടഞ്ഞിട്ടെന്ന പോലെ സ്തംഭിച്ചു നിന്നു. വാ. അകത്തുനിന്ന് മഹാദേവൻ കയ്യാട്ടി വിളിച്ചു. നിനക്കെന്നെ കൊല്ലണ്ടേ? എന്റെ ചോര കുടിച്ച് പ്രതികാരദാഹം ശമിപ്പിക്കണ്ടേ? വാ. അഞ്ജലി അകത്ത് കടന്നു. വാതിൽ ശക്തിയായി അടഞ്ഞു. പൂജാമുറിയുടെ വെളിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടി. നമ്പ്യാരും സുമതിക്കുട്ടിയമ്മയും രഞ്ജിത്തും അവിടേക്ക് വന്നു. മഹാദേവൻ തമ്പുരാന്റെ പെൺമക്കൾ രണ്ടും ഹാളിന്റെ മൂലയിൽ അനാഥരെ പോലെ നിലകൊണ്ടു. ആനന്ദ് സ്റ്റൂൾ വലിച്ച് ജനലിനരികിലിട്ട് വെന്റിലേഷനിലൂടെ നോക്കി. നീല പുകയിൽ പൂജാമുറി മുങ്ങിക്കഴിഞ്ഞിരുന്നു. അടുപ്പിച്ചിട്ട 2 പീഠങ്ങളിൽ അഞ്ജലിയും മഹാദേവനും കടുത്ത പ്രതിയോഗികളെപ്പോലെ പരസ്പരം നോക്കി. ചമ്രം പടിഞ്ഞിരിക്കുന്നത് അവ്യക്തമായി കാണാമായിരുന്നു. ധൂമകലശങ്ങളിൽ നിന്നും പിന്നെയും പുകപടലങ്ങൾ ഉയർന്ന് അവരെ മറച്ചു. ഇടയ്ക്കിടെ മുറിയിൽ അങ്ങിങ്ങ് തീക്കനൽ പൊട്ടിത്തെറിക്കുന്ന ഒച്ച കേട്ടു. മിന്നൽ കാണുകയും ചെയ്തു. സമയം ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്ന് ആനന്ദിന് തോന്നി. അസ്തമയം കഴിഞ്ഞു. അയാൾ ഇടയ്ക്കിടെ കരുണാകരൻ നമ്പ്യാരെ നോക്കി. നമ്പ്യാർ വിയർത്തു കുളിച്ച് ഉദ്വേഗഭരിതനായി നെഞ്ചും തിരുമി ഭിത്തിയിൽ ചാരി നിൽപ്പുണ്ട്. ഇടയ്ക്ക് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി ഗുരുവായൂരപ്പ കാക്കണേ എന്നോ മറ്റോ മന്ത്രിക്കുന്നുമുണ്ട്. ഇപ്പോൾ മുതൽ ഏതു നിമിഷവും കരുണാകരൻ നമ്പ്യാർ കൊല്ലപ്പെടാം എന്ന് ആനന്ദ് പേടിയോടെ ഓർത്തു.
മണിക്കൂർ 2 കടന്നുപോയി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ ചിലർ മടങ്ങി. ബാക്കിയുള്ളവർ പൂജാമുറിയുടെ മുമ്പിൽ കസേര വലിച്ചിട്ട് അവിടെ ഇരിപ്പുറപ്പിച്ചു. പെട്ടെന്ന് മുറിക്കുള്ളിൽ നിന്നും ഹൃദയഭേദകമായ ഒരലർച്ച കേട്ടു. കസേരകളിൽ ഇരുന്നവർ ചാടി എഴുന്നേറ്റു. വാതിലിൽ ആരോ ആഞ്ഞടിക്കുന്ന ശബ്ദം കേൾക്കായി. അടഞ്ഞ വാതിലിന് കേടുപാടുകളൊന്നും വരുത്താതെ അതിനെ ഭേദിച്ചുകൊണ്ട് അഞ്ജലിയുടെ രൂപം പുറമേ കാണപ്പെട്ടു. അവൾ കരുണാകരൻ നമ്പ്യാർ നിൽക്കുന്നിടത്തേക്ക് 2 ചുവട് വെച്ചു. അതിശക്തമായ കൊടുങ്കാറ്റിനെ നേരിടുകയാണവൾ എന്ന് തോന്നുമായിരുന്നു. മുടിയും വസ്ത്രാഞ്ചലങ്ങളും പിന്നോട്ട് പാറിപ്പറന്നു. കണ്ണുകൾ ചുവന്ന് പുറത്തേക്ക് തള്ളി. ചുണ്ട് കടിച്ചു പൊട്ടിച്ചു. കവിളുകൾ ചോരച്ച് വീർത്തു. ആരോ പിന്നിൽ നിന്ന് അവളുടെ കഴുത്തിലും കൈകാലുകളിലും ഉടുപ്പിലും കയറിട്ട് കാഞ്ഞു വലിക്കുന്നുണ്ടെന്ന് തോന്നുമായിരുന്നു. ബന്ധപ്പെട്ട് ഓരോ ഇഞ്ചും കണക്കിന് അവൾ പൊരുതിപ്പുളഞ്ഞ് മുന്നേറി. കാട്ടുമൃഗത്തെ പോലെ ഭീകരമായി മുക്രയിട്ടുകൊണ്ട് ഇരു കൈയും കരുണാകരൻ നമ്പ്യാർക്ക് നേരെ നീട്ടി. അവളുടെ വിരലുകളിൽ നിന്നും നീണ്ട നഖങ്ങൾ ചെറിയ സർപ്പങ്ങളെപ്പോലെ ചീറ്റിപ്പിണഞ്ഞു. ഭയവിഹ്വലനായിപ്പോയ നമ്പ്യാർക്ക് നിന്നിടത്തുനിന്ന് അനങ്ങാനേ കഴിഞ്ഞില്ല. അയാളുടെ ശ്വാസം നിലച്ചു. എല്ലാവരും ഭയാക്രാന്തരായി വീർപ്പടക്കി നിൽക്കുകയായിരുന്നു. ആനന്ദിന് കൂടിയും നടുക്കത്തിൽ നിന്ന് ഉണരാനായില്ല. നെഞ്ച് കിടുങ്ങുന്ന ഒച്ചയിൽ അവൾ ഒരിക്കൽ കൂടി അമറി. അവളുടെ കണ്ണിലൂടെയും നാസാരന്ധ്രങ്ങളിലൂടെയും കടവായിലൂടെയും ചോരവാർന്ന് തുടങ്ങി. വീണ്ടും ദിഗന്ധം നടുങ്ങുമാറ് ഒരലർച്ച കൂടി മുഴങ്ങി. കഷ്ടിച്ച് ഒരിഞ്ച്. നമ്പ്യാരെ അവൾക്ക് പിടികിട്ടിയതായിരുന്നു. പെട്ടെന്ന് അതിശക്തിയായി അവൾ പിന്നോട്ട് വലിച്ചിഴക്കപ്പെട്ടു. തല്ലിച്ചതയ്ക്കപ്പെട്ട ഒരു സർപ്പം കണക്കെ അവൾ അതിവേഗം പിന്നോട്ടിഴഞ്ഞ് വാതിൽ കടന്ന് അപ്രത്യക്ഷമായി. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഒരലർച്ച കൂടി കേട്ടു. പിന്നെ ശബ്ദമൊന്നുമുണ്ടായില്ല. കൺമുമ്പിൽ കണ്ടതൊന്നും വിശ്വസിക്കാനാവാതെ തരിച്ചിരിക്കുകയായിരുന്നു എല്ലാവരും. പൂജാമുറിയിൽ നിന്ന് തീയും പുകയും കണ്ടു തുടങ്ങിയതോടെ ആനന്ദ് സ്റ്റൂളിന്മേൽ ചാടിക്കയറി. മാംസം കരിയുന്ന ഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. വെന്റിലേഷനിലൂടെ കണ്ട കാഴ്ച അയാളെ നടുക്കി. ചെമ്പട്ടിൽ പൊതിയപ്പെട്ട അഞ്ജലി പീഠത്തിന് ചുവട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അവൾക്ക് മുമ്പിൽ പീഠത്തിൽ ചമ്രം പടിഞ്ഞിരിക്കുന്ന മഹാദേവൻ അതേ നിലയിൽ ആളിക്കത്തുകയാണ്. മനുഷ്യരൂപത്തെ തീജ്വാലകൾ ഏറെക്കുറെ മറച്ചിരിക്കുന്നു. ആ വലിയ തീപ്പന്തത്തിനുള്ളിൽ നിഴൽ പോലെ കറുത്തു കാണാവുന്ന ദേഹത്തിന് അനക്കമില്ല. ചീറിക്കത്തുകയാണ് തീ. ഒരു വേള മഹാദേവന്റെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ടെന്ന് ആനന്ദിന് തോന്നി. പെട്ടെന്ന് വ്യാപിച്ച പുകയിൽ മുറിയിലെ കാഴ്ച അവ്യക്തമായി. പുകയടിച്ചു കയറി ആനന്ദിന്റെ കണ്ണുകൾ മങ്ങി. വാതിൽ തുറക്ക്, ഇടിച്ചു പൊളിക്ക്. ആനന്ദ് സ്റ്റൂളിൽ നിന്നും ചാടിയിട്ട് അലറി. മഹാദേവൻ കത്തിച്ചാമ്പലാവുകയാണ്. വേഗം വാതിൽ പൊളിക്ക്. ആരും അനങ്ങിയില്ല. ആനന്ദ് തനിയെ വാതിൽ ഇടിച്ചു പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. നിമിഷങ്ങൾക്ക് ശേഷം സ്ഥലകാലബോധമുണ്ടായ പോലീസുകാർ അയാളെ സഹായിക്കാനെത്തി. വാതിൽ പക്ഷേ തുറക്കപ്പെട്ടില്ല. അർദ്ധരാത്രിയോടെ തീയും പുകയും കെട്ടടങ്ങി. കരുണാകരൻ നമ്പ്യാർ അടഞ്ഞ വാതിലിൽ മെല്ലെ തള്ളിയതും അത് തുറക്കപ്പെട്ടു. മുറിക്കുള്ളിൽ തിങ്ങിയ പുകയ്ക്കുള്ളിൽ പീഠത്തിന് താഴെ അഞ്ജലിയുടെ ശരീരം കുഴഞ്ഞു കിടക്കുന്നത് കാണായി. പീഠത്തിൽ മഹാദേവൻ ഇരുന്ന സ്ഥാനത്ത് കരിഞ്ഞ ഏതാനും അസ്ഥികഷ്ണങ്ങൾ മാത്രം ശേഷിച്ചു. ഇന്ന് അഞ്ജലി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ വലിയ മംഗലത്തെ കുടുംബാംഗങ്ങളോടൊപ്പം ആനന്ദം എത്തിയിരുന്നു. ഓർമ്മ മങ്ങിപ്പോയ അവൾക്കിപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിത്തുടങ്ങിയിരുന്നു. മുമ്പ് മഹാദേവന്റെ ഗ്രാമത്തിൽ വെച്ച് അപ്രത്യക്ഷയായ ശേഷം ഇതുവരെയുള്ള 3 വർഷങ്ങൾ അവളുടെ മസ്തിഷ്കത്തിൽ നിന്ന് ചോർന്നു പോയി കഴിഞ്ഞിരുന്നു. കാലം കടന്നു പോയത് അംഗീകരിക്കാനും അതുമായി പൊരുത്തപ്പെടാനും കുറെ സമയമെടുക്കും. നമ്മൾ അവളെ സഹായിക്കണം. സ്നേഹവും കാരുണ്യവും കാട്ടണം. മാനസികമായ വിശ്രമമാണ് അവൾക്ക് അത്യാവശ്യം, ഡോക്ടർ ഐസക് തോമസ് പറഞ്ഞു. ആനന്ദ് അവളെ കൈപിടിച്ച് കാറിനരികിലേക്ക് നടത്തി. അവൾ അയാളെ തിരിച്ചറിഞ്ഞ് സ്നേഹപൂർവം പുഞ്ചിരി തൂകി. കണ്ണുകൾ സൗമ്യമായിരുന്നു. പൈശാചികതയുടേതെന്ന് തോന്നിപ്പിച്ചിരുന്ന പരിവേഷവും ക്രൗര്യവും മാഞ്ഞു പോയിരുന്നു. പഴയ അഞ്ജലിയാണവൾ. 3 വർഷം മുമ്പത്തെ സ്നേഹാർദ്രയായ അഞ്ജലി. കഥ ഇവിടെ അവസാനിച്ചു. പുതിയ കഥയുമായി വീണ്ടും വരുന്നതുവരെ ശുഭരാത്രി.
നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ വായിച്ചത് മിഥുൻ മോഹൻ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ അമർത്താനും.